അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചത് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണ്. ഫങ്ഷണൽ അനാട്ടമിക്കകത്ത് പഠിച്ചത്. അതിന്റെ വെയിറ്റ്, പിന്നെ എന്താ ടു ഏട്രിയ, ടു വെൻട്രിക്കിൾസ്, കൊറോണറി ആർട്ടറി, സുപ്പീരിയർ വീനക്കാവ, ഇൻഫീരിയർ വീനക്കാവ. പിന്നെ നമ്മൾ അതിന്റെ ആ ഒരു കോഴ്സ് എങ്ങനെയാ പോകുന്നതെന്ന് പഠിച്ചായിരുന്നു. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്തിട്ട് പോകാം. ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു റൈറ്റ് ഏട്രിയം ഓപ്പൺ ചെയ്യുന്നത് ട്രൈക്കസ്പിഡ് വാൽവിൽ കൂടെയാണ്, ലെഫ്റ്റ് ഏട്രിയം ഓപ്പൺ ചെയ്യുന്നത് ബൈക്കസ്പിഡ് വാൽവിൽ കൂടെയാണ്. പിന്നെ കോഡേറ്റ് ടെൻഡിനെ എന്ന് പറഞ്ഞ വേർഡ് ഓർക്കുക. അതെന്ന് പറഞ്ഞാൽ പാപ്പിലറി മസിൽസിൽ നിന്ന് എറൈസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എ വി വാൽവുകളുടെ ഫ്ലാപ്പുകളെ ഈ ഫ്ലാപ്പുകളെ എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്ത് നിർത്തുക. പിന്നെ സെമിലൂണർ വാൽവ് അത് ഓപ്പൺ ചെയ്യുന്നത് മേജർ ബ്ലഡ് വെസൽസിലേക്കാണ്. പിന്നെ ക്രിസെൻട്രിക് ഷേപ്പ് നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ ലെയേഴ്സിന്റെ അകത്തൊരു കറക്ഷൻ പറയാനായിട്ടുണ്ട്. നമ്മൾ ഹാർട്ടിന്റെ ലെയേഴ്സ് പെരികാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം പറഞ്ഞായിരുന്നു. പക്ഷേ ഈ പെരികാർഡിയം എന്ന് പറഞ്ഞാൽ ഹാർട്ടിനെയും പിന്നെ പ്രധാനപ്പെട്ട ബ്ലഡ് വെസൽസിനെയും കൂടെ കവർ ചെയ്തിട്ടാണ് കാണുന്നത് പെരികാർഡിയം. ഔട്ടർ മോസ്റ്റ് കവറിംഗ് ഓഫ് ദ ഹാർട്ട് ആണ്. ആ പെരികാർഡിയത്തിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഔട്ടർ ഫൈബ്രസ് ആൻഡ് ഇന്നർ സിറസ് ലെയേഴ്സ്. അപ്പൊ രണ്ട് ലെയേഴ്സ് ഉണ്ട്. ആ ഇന്നർ സിറസ് ലെയറിൽ തന്നെ വീണ്ടും രണ്ട് ഡിവിഷൻ വരുന്നുണ്ട്. അതായത് പെറൈറ്റൽ ആൻഡ് വിസറൽ ലെയേഴ്സ്, രണ്ട് ഡിവിഷൻസ് കാണുന്നുണ്ട്. ആ പെറൈറ്റൽ ആൻഡ് വിസറൽ ലെയേഴ്സിന്റെ അകത്തെ വിസറൽ ലെയർ ഓഫ് സിറസ് പെരികാർഡിയത്തിനെ വിളിക്കുന്ന പേരാണ് എപ്പികാർഡിയം. അപ്പൊ ഇതാണ് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ഹാർട്ടിനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഔട്ടർ മോസ്റ്റ് കവറിംഗ് എന്ന് പറയുന്നത് എപ്പികാർഡിയം ആണ്. പെരികാർഡിയം എന്ന് പറഞ്ഞാൽ ഹാർട്ടിനെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കവറിംഗ് ആണ് പെരികാർഡിയം. പിന്നെ അതിന്റെ താഴെയായിട്ടാണ് മയോകാർഡിയം, പിന്നെ എൻഡോകാർഡിയം. പെരികാർഡിയത്തിന്റെ ഡിവിഷൻ എങ്ങനെയാ ഉണ്ടാവുന്നത് ഒന്നും കൂടെ പറയാം. അതായത് പെരികാർഡിയത്തിന് രണ്ട് ലെയേഴ്സ് ഉണ്ട്, ഔട്ടർ ഫൈബ്രസ് ആൻഡ് ഇന്നർ സിറസ് ലെയർ. ആൻഡ് ഇന്നർ സിറസ് ലെയറിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പെറൈറ്റൽ ആൻഡ് വിസറൽ. അതിൻ്റെ അകത്തെ വിസറൽ ലെയറിനെ വിളിക്കുന്ന പേരാണ്, വിസറൽ ലെയർ ഓഫ് സിറസ് പെരികാർഡിയത്തിനെ വിളിക്കുന്ന പേരാണ് എപ്പികാർഡിയം. പിന്നെ മയോകാർഡിയം ആൻഡ് എൻഡോകാർഡിയം. അപ്പൊ ഇത് മനസ്സിലായി. പിന്നെ അടുത്തത് കാർഡിയാക് മസിൽസ്. അതിൻ്റെ അകത്ത് ഇന്റർകാലേറ്റഡ് ഡിസ്കുകൾ ഓർക്കുക. ഗ്യാപ് ജംഗ്ഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ടത്. പിന്നെ പ്രോപ്പർട്ടീസ്, നമുക്ക് അറിയാവുന്ന പ്രോപ്പർട്ടീസ് ആണ് എക്സൈറ്റബിലിറ്റി, റിതമിസിറ്റി, കണ്ടക്ടിവിറ്റി, കൺട്രാക്ടിലിറ്റി, ഡിസ്റ്റൻസിബിലിറ്റി. അതിനകത്ത് എക്സൈറ്റബിലിറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. റെസ്പോൺസ് ചെയ്യാനുള്ള എബിലിറ്റി ആണ് എക്സൈറ്റബിലിറ്റി. കണ്ടക്ടിവിറ്റി ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതിൻ്റെ അകത്ത് എസ് എ നോഡ്, ഇന്റർനോഡൽ ട്രാക്ട്, ഹേവി നോഡ്, ബണ്ടിൽ ബ്രാഞ്ചസ് ആൻഡ് പെർക്കിൻജി ഫൈബേഴ്സ്, ഇത്രയും ഓർക്കുക. അതിൻ്റെ അകത്ത് എസ് എ നോഡിനെ പറ്റി നമുക്കറിയാം, പേസ് മേക്കർ ഓഫ് ഹാർട്ട് ആണ്, സപ്ലൈഡ് ബൈ റൈറ്റ് വാഗസ് നെർവ്. പിന്നെ ഇന്റർനോഡൽ ട്രാക്റ്റുകളിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് അത് രണ്ട് നോഡുകളെ തമ്മിൽ, എസ് എ നോഡിനെയും എ വി നോഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന മൂന്ന് ട്രാക്റ്റുകളെ വിളിക്കുന്ന പേരാണ് ഇന്റർനോഡൽ ട്രാക്ട്. ആന്റീരിയർ, പോസ്റ്റീരിയർ ആൻഡ് മിഡിൽ ഉണ്ട്. ആന്റീരിയറിനെ വിളിക്കുന്ന പേരാണ് ട്രാക്ട് ഓഫ് ബക്മാൻ. അത് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയയിലേക്ക് ഒരു ബണ്ടിൽ കൊടുക്കുന്നുണ്ട്. അതിനെയാണ് ബക്മാൻസ് ബണ്ടിൽ എന്ന് പറയുന്നത്. പിന്നെ മിഡിലിനെ വിളിക്കുന്ന പേരാണ് ട്രാക്ട് ഓഫ് വെൻകി ബാക്ക്. മിഡിൽ ഈസ് കോൾഡ് എസ് ട്രാക്ട് ഓഫ് വെൻകി ബാക്ക് ആൻഡ് പോസ്റ്റീരിയർ ഈസ് കോൾഡ് എസ് ട്രാക്ട് ഓഫ് തോറൽ. അപ്പൊ അത് ഓർക്കുക. പിന്നെ എ വി നോഡ്, അത് ഓർക്കുക, അതിനെ സപ്ലൈ ചെയ്യുന്ന ലെഫ്റ്റ് വാഗസ് നെർവ്. പിന്നെ ബണ്ടിൽ ബ്രാഞ്ചസ് ആൻഡ് പെർക്കിൻജി ഫൈബേഴ്സ്. പിന്നെ കാർഡിയാക് സൈക്കിൾ, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. ജുഗുലാർ വീനസ് പ്രഷറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും നന്നായിട്ട് കാർഡിയാക് സൈക്കിൾ മനസ്സിലാക്കിയാൽ നമുക്കത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ കാർഡിയാക് സൈക്കിളില് ഏട്രിയയുടെ കമ്പോണൻസ് മാത്രം എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ് ജുഗുലാർ വീനസ് പ്രഷറിന്റെ ആ ഒരു കർവ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ കാർഡിയാക് സൈക്കിളില് റൈറ്റ് ഏട്രിയയുടെ പ്രഷർ ചേഞ്ചസിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് ജുഗുലാർ വീനസ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ എവിടെയൊക്കെയാണ് നമ്മുടെ ഏട്രിയ കൺട്രാക്ട് ചെയ്യുന്നത്? ഏട്രിയ കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഏട്രിയയുടെ പ്രഷർ കൂടുന്നു. അപ്പൊ ഏട്രിയ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഏട്രിയയുടെ പ്രഷർ കൂടുന്നു. അപ്പോഴത്തേക്കും അങ്ങനെയാണ് അതിന്റെ പ്രഷർ ചേഞ്ചസ്, ആ വേവ് ഫോമിലും ചേഞ്ചസ് കാണുന്നത് ആ പ്രഷർ ചേഞ്ചസ് വഴിയാണ്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ കാർഡിയാക് സൈക്കിൾ, അപ്പൊ അതിൽ മനസ്സിൽ വെക്കണം. അപ്പൊ കാർഡിയാക് സൈക്കിൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. അതിൻ്റെ അകത്ത് കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹാർട്ട് ബീറ്റില് നമ്മുടെ ഹാർട്ടിൽ നടക്കുന്ന എല്ലാ ഈവന്റുകളെയും കൂടെ വിളിക്കുന്ന പേരാണ് കാർഡിയാക് സൈക്കിൾ. അതിനകത്ത് രണ്ട് പ്രോസസ് ഉണ്ട്. ദേ ആർ ദ സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ. സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ കൺട്രാക്ഷൻ ആണ്. കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് അടുത്തേക്ക് വെൻട്രിക്കിൾസിലേക്ക് അല്ലെങ്കിൽ വെൻട്രിക്കിൾസിൽ നിന്ന് ഗ്രേറ്റ് വെസൽസിലേക്ക് പമ്പിങ് നടക്കും. അതാണ് സിസ്റ്റോൾ. ഡയസ്റ്റോൾ എന്ന് പറയുമ്പോൾ റിലാക്സേഷൻ, അതായത് ഫില്ലിങ്.
അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഹാർട്ട് ബീറ്റിന്റെ അകത്ത് നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 72 ടൈംസ് പെർ മിനിറ്റ് ആണ്. ഡ്യൂറേഷൻ ഓഫ് ഈച്ച് കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത് 0.8 സെക്കൻഡ്സ് ആണ്. ഇനി അടുത്തത് നമ്മൾ അതിൻ്റെ അകത്ത് നാല് കമ്പോണന്റുകൾ ജനറൽ ആയിട്ട് പറയാനുണ്ട്. അതായത് ഏട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ, ഏട്രിയൽ ഡയസ്റ്റോൾ ആൻഡ് വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ. ഓരോന്നിന്റെയും ഡ്യൂറേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഏട്രിയൽ സിസ്റ്റോൾ 0.1 സെക്കൻഡ്സ്, വെൻട്രിക്കുലാർ സിസ്റ്റോൾ 0.3 സെക്കൻഡ്സ്, ഏട്രിയൽ ഡയസ്റ്റോൾ എന്ന് പറയുന്നത് 0.7 സെക്കൻഡ്സ് ആൻഡ് വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ ഈസ് 0.5 സെക്കൻഡ്സ്. അപ്പൊ ഈവൻസ് ഓഫ് കാർഡിയാക് സൈക്കിൾ ഇതൊന്നും കൂടെ എല്ലാവരും ക്ലിയർ ആയിട്ട് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോകാം ഫസ്റ്റ്. അപ്പം ഇതിന്റെ അകത്ത് നമ്മൾ 6 സ്റ്റേജസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അകത്ത് ഫസ്റ്റ് വരുന്നതാണ് ഏട്രിയൽ സിസ്റ്റോൾ. ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏട്രിയ കൺട്രാക്ട് ചെയ്യുന്നു. ഏട്രിയയുടെ ഉള്ളില് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ നിന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏട്രിയ കൺട്രാക്ട് ചെയ്യുന്നു. അപ്പോ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഐസോവോളിയോമെട്രിക് കൺട്രാക്ഷൻ, പിന്നെ ഇജക്ഷൻ ഫേസ്, പിന്നെ പ്രോട്ടോ ഡയസ്റ്റോളിക് ഫേസ്, ഐസോവോളിയോമെട്രിക് റിലാക്സേഷൻ ഫേസ് ആൻഡ് ഫില്ലിംഗ് ഫേസ്. ഇതിന്റെ അകത്ത് ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏട്രിയൽ സിസ്റ്റോൾ. ഏട്രിയൽ സിസ്റ്റോളിനെ ഫോളോ ചെയ്തുകൊണ്ട് ഏട്രിയൽ ഡയസ്റ്റോൾ നോർമലി നടക്കുന്നുണ്ട്. അതായത് ഏട്രിയയിലെ ബ്ലഡ് മുഴുവൻ വെൻട്രിക്കിൾസിലേക്ക് എംപ്റ്റി ചെയ്തതിന് ശേഷം ഏട്രിയ റിലാക്സേഷൻ ഫേസിലേക്ക് പോകുന്നുണ്ട്. അതായത് ഡയസ്റ്റോൾ ഫേസിലേക്ക് നോർമൽ ആയിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം വരുന്ന ഈ ബാക്കി ഇത്രയും ഈവന്റുകളും, ഈ 5 ഈവന്റുകളും വെൻട്രിക്കിൾസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈവന്റുകളാണ്. ഐസോവോളിയോമെട്രിക് കൺട്രാക്ഷൻ, ഇജക്ഷൻ ഫേസ് എന്ന് പറയുന്നത് ഇത് രണ്ടും വെൻട്രിക്കുലാർ സിസ്റ്റോളിന്റെ ഭാഗങ്ങളാണ്. പ്രോട്ടോ ഡയസ്റ്റോളിക് ഫേസ്, ഐസോവോളിയോമെട്രിക് റിലാക്സേഷൻ ഫേസ് ആൻഡ് ഫില്ലിംഗ് ഫേസ് എന്ന് പറയുന്നത് വെൻട്രിക്കുലാർ ഡയസ്റ്റോളിന്റെ ഭാഗങ്ങളാണ്. വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ അഥവാ ഫില്ലിംഗ്. അപ്പൊ ആ ഒരു രീതിയിൽ ഓർക്കുക. ഏട്രിയൽ സിസ്റ്റോളിനെ ഫോളോ ചെയ്ത് നോർമലി ഏട്രിയൽ ഡയസ്റ്റോളും അവിടെ സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ ഓർത്തിരുന്നാൽ മതി. അതുപോലെ ഐസോവോളിയോമെട്രിക് കൺട്രാക്ഷൻ ആൻഡ് ഇജക്ഷൻ ഫേസ് എന്ന് പറയുന്നത് വെൻട്രിക്കുലാർ സിസ്റ്റോളിന്റെ കമ്പോണന്റുകളാണ്. ബാക്കി വന്ന ഈ 3 കമ്പോണൻസും വെൻട്രിക്കുലാർ ഡയസ്റ്റോളിന്റെ കമ്പോണന്റുകളാണ്. അപ്പോൾ അത് ഏട്രിയൽ സിസ്റ്റോൾ. അപ്പൊ ഇവിടെ നമ്മളെല്ലാം ഏട്രിയയുടെ പ്രഷർ കൂടുന്നത് കണ്ടീഷൻസിനെ എല്ലാം നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. കാരണം നമുക്കത് JVPയിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ഏട്രിയൽ സിസ്റ്റോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഫേസ് ഓഫ് ദ കാർഡിയാക് സൈക്കിൾ ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ AV വാൽവുകൾ ഓപ്പൺ ആയിരിക്കും, പക്ഷേ സെമിലൂണാർ വാൽവുകൾ ക്ലോസ്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ ഈ ഫേസിൽ ഓർക്കുക, ഏട്രിയയുടെ ഉള്ളിൽ മുഴുവനും ബ്ലഡ് വന്ന് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ എന്താ സംഭവിക്കേണ്ടത്? AV വാൽവുകൾ ഓപ്പൺ ആകണം, അതിൽ കൂടെ ബ്ലഡ് എല്ലാം ഇജക്ട് ചെയ്ത് വെൻട്രിക്കിൾസിലേക്ക് കയറുക. അതാണ് ചെയ്യുന്നത്. എപ്പോഴും ഒരു പ്രഷർ ഗ്രേഡിയന്റിൽ വെച്ചായിരിക്കും ബ്ലഡ് മൂവ് ചെയ്യുന്നത്. ഇവിടെ ഇൻട്രാ ഏട്രിയൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഇൻട്രാ വെൻട്രിക്കുലാർ പ്രഷർ ആണെന്ന് ഓർക്കണം. അപ്പൊ ഈ ഏട്രിയൽ സിസ്റ്റോളില് ഏട്രിയയുടെ പ്രഷർ കൂടുതലായിട്ടാണ് കാണുന്നത്. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഫുൾ എംപ്റ്റിയിങ് എല്ലാം നടന്നതിന് ശേഷം നോർമലി എന്ത് സംഭവിക്കുന്നു നമ്മൾ പറഞ്ഞായിരുന്നു? ഏട്രിയൽ ഡയസ്റ്റോൾ സൈമൾട്ടേനിയസ്ലി തന്നെ ഉണ്ടാവുന്നുണ്ട്. ഏട്രിയൽ സിസ്റ്റോളിനോടൊപ്പം തന്നെ ഏട്രിയൽ ഡയസ്റ്റോൾ ബിഗിൻ ചെയ്യുന്നു. ഈ സമയത്ത് എന്താ സംഭവിക്കുന്നത്? വെൻട്രിക്കുലാർ വോളിയം അതിന്റെ മാക്സിമത്തിൽ എത്തുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം. നമ്മൾ പറഞ്ഞായിരുന്നു, അതായത് വെൻട്രിക്കിൾ അത്രയും നേരം ഡയസ്റ്റോളിൽ ഇരിക്കുകയായിരുന്നു, അതായത് ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഫില്ലിങ്ങിന്റെ എൻഡിൽ നടക്കുന്ന വോളിയത്തിനെ വിളിക്കുന്ന പേരാണ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം. അപ്പൊ ഈ സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AV വാൽവ് അവിടെ ക്ലോസ് ആവുന്നു. AV വാൽവ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? ഫസ്റ്റ് ഹാർഡ് സൗണ്ട് കേൾക്കുന്നു. അപ്പൊ ഈ ഒരു പോയിന്റ് ഇവിടെ ഞാനൊരു എക്സ്ട്രാ പോയിന്റ് പറയാം. അത് JVPയിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ഫേസിലോട്ട് നമ്മൾ പോകുന്നത് ഐസോവോളിയോമെട്രിക് കൺട്രാക്ഷൻ. അതായത് ഒരു ബലൂൺ പോലെ ഇരിക്കുകയാണ് നമ്മുടെ വെൻട്രിക്കിൾസ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സമയത്ത് എന്താ സംഭവിക്കുന്നത്? AV വാൽവും ക്ലോസ്ഡ് ആയിട്ടാണ് കാണുന്നത്, സെമി ലൂണാർ വാൽവും ക്ലോസ്ഡ് ആയിട്ടാണ് കാണുന്നത്. നമുക്ക് JVPയിൽ എന്താ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ഏട്രിയത്തിന്റെ പ്രഷർ ചേഞ്ചസിനെ ആണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഏട്രിയത്തില് എന്ത് പ്രഷർ ചേഞ്ചസ് ഉണ്ടായാലും, മെയിൻ ആയിട്ട് റൈറ്റ് ഏട്രിയത്തിന്റെ ആണ് ഇവിടെ പറയുന്നത്. റൈറ്റ് ഏട്രിയം മാത്രം ഓർത്താൽ മതി. റൈറ്റ് ഏട്രിയത്തിൽ ഉണ്ടാകുന്ന പ്രഷർ ചേഞ്ചസിനെ ജുഗുലാർ വെയിൻ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ ജുഗുലാർ വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലത്തെ ഇംപ്യൂർ ബ്ലഡിനെ എല്ലാം കളക്ട് ചെയ്തിട്ട് ബ്രേക്കിയോസെഫാലിക് വെയിൻ വഴി എങ്ങോട്ടേക്ക് കൊടുക്കുന്നതാണ്? നമ്മുടെ റൈറ്റ് ഏട്രിയയിലേക്ക് കൊടുക്കുന്നതാണ്. വീനക്കാവ വഴി റൈറ്റ് ഏട്രിയത്തിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് തമ്മിൽ കണക്റ്റഡ് ആണ്. അതായത് റൈറ്റ് ഏട്രിയത്തിന് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ഒരാളാണ് ജുഗുലാർ വെയിൻ എന്ന് ഓർക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത് പറയുന്നത്? റൈറ്റ് ഏട്രിയത്തിലെ ഏത് രീതിയിൽ പ്രഷർ കൂടിയാലും അത് ജുഗുലാർ വെയിനിനെ റിഫ്ലക്ട് ചെയ്യുന്നു.
അതുകൊണ്ടാണ്. അപ്പൊ ഏട്രിയയുടെ പ്രഷർ കൂടുമ്പോഴാണ് നമ്മൾ ആ വേവ് ഫോംസ് കാണിച്ചിട്ടുണ്ടല്ലോ, വേവ് ഇൻക്രീസിങ് വേവ് മുകളിലോട്ട് പീക്കിലും കാണിക്കുന്നുണ്ട്, ഡിസെൻഡിങ് വേവും ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്തെ അസെൻഡിങ് വേവുകളെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് ഏട്രിയയുടെ പ്രഷർ ഇൻക്രീസിനെയാണ്. പ്രഷർ കൂടുമ്പോഴത്തേക്കുമാണ് ആ വേവ് മുകളിലോട്ട് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ഓർക്കുക. ഇപ്പൊ നമ്മുടെ വെൻട്രിക്കിൾ എവിടെയാണ്? ഒരു ബലൂൺ പോലെ ഇരിക്കുകയാണ്. അപ്പൊ ബലൂൺ പോലെ അതിൻ്റെ അകത്തുനിന്ന് ബ്ലഡ് പോകുന്നുമില്ല, ബ്ലഡ് കയറുന്നുമില്ല, പക്ഷെ അത് വീർത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ വീർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു കംപ്രഷൻ നടക്കുന്നുണ്ട്, ഒരു കൺട്രാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബലൂണിന്റെ ഒരു അതിന്റെ ഓപ്പണിംഗ് ഓർക്കുക. അതിൽ നമ്മളൊരു റബ്ബർ ബാൻഡ് വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബലൂണിനെ താഴെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പം ആ ഒരു ബലൂണിന്റെ ഓപ്പണിംഗ് എന്ത് ചെയ്യും? ഒന്ന് ബൾജ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുമല്ലോ. ആ ബൾജ് ചെയ്യുന്നത് ഇവിടെ ആ സ്ഥാനത്ത് ബൾജ് ചെയ്യുന്നത് ട്രൈകെസ്പിഡ് വാൽവുകളാണെന്ന് ഓർക്കുക. അതായത് നമ്മുടെ വെൻട്രിക്കിളിനെ ഒരു ബലൂൺ ആയിട്ട് കാണുക. ബലൂണിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ട്രൈകെസ്പിഡ് വാൽവ് ആണ്. അപ്പൊ നിറഞ്ഞിരിക്കുന്ന ഒരു ബലൂണിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കംപ്രസ് ചെയ്ത് കൊടുക്കുമ്പം ആ ട്രൈകെസ്പിഡ് വാൽവ്, അതായത് അതിന്റെ ഓപ്പണിംഗ് ഒന്ന് ബൾജ് ചെയ്ത് കാണും. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് JVP-ലെ. അത് നമ്മൾ അതാകുമ്പോഴത്തേക്കും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐസോവോളിമെട്രിക് കൺട്രാക്ഷൻ ഫേസ്. ഇത് നമ്മൾ പറഞ്ഞ വെൻട്രിക്കിളിന്റെ ആ ഒരു സ്റ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ സമയത്ത് വെൻട്രിക്കിൾസിന്റെ ഉള്ളിലത്തെ വോളിയത്തിന് ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല. പക്ഷെ AV വാൽവും സെമിലൂണാർ വാൽവും അവിടെ ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രഷർ, വെൻട്രിക്കുലർ പ്രഷർ ഗ്രാജുവലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി അടുത്ത സ്ഥലത്തോട്ട് ബ്ലഡിനെ പറഞ്ഞു വിടേണ്ടതായിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് സെമിലൂണാർ വാൽവുകൾ ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ അടുത്ത ഫേസ് എന്ന് പറഞ്ഞാൽ ഇജക്ഷൻ ഫേസ് ആണ്. അപ്പൊ ഇജക്ഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻട്രിക്കിൾസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഗ്രേറ്റ് വെസൽസിലേക്ക് നമ്മുടെ ബ്ലഡ് പോകുന്നതാണ് ഇജക്ഷൻ ഫേസ് എന്ന് പറയുന്നത്. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്? പൾമണറി ആർട്ടറിയിലേക്കാണ് പോകുന്നത്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്കാണ് പോകുന്നത്. ഇതിന്റെ അകത്ത് തന്നെ റാപ്പിഡ് ഇജക്ഷൻ ഫേസും സ്ലോ ഇജക്ഷൻ ഫേസും പറഞ്ഞിട്ടുണ്ട്. റാപ്പിഡ് ഇജക്ഷൻ ഫേസ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് പെട്ടെന്ന് നിറഞ്ഞ് ഇരിക്കുന്ന ഒരു വാതിൽ പെട്ടെന്ന് ഷട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ ഹൈ പ്രഷറിൽ ഇജക്ട് ചെയ്യുന്നതാണ് റാപ്പിഡ് ഇജക്ഷൻ ഫേസ്. അത് കഴിഞ്ഞിട്ട് പാസീവ് ആയിട്ട് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ വെൻട്രിക്കുലാർ സിസ്റ്റോൾ ഇവിടെ കംപ്ലീറ്റ് ആവുന്നു. ഇനി വെൻട്രിക്കിൾ എന്തിലേക്ക് പോവുകയാണ്? ഡയസ്റ്റോളിലേക്ക് പോവുകയാണ്. ആ ഡയസ്റ്റോളിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രോട്ടോ ഡയസ്റ്റോളിക് ഫേസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ വെൻട്രിക്കിളിന്റെ ഡയസ്റ്റോൾ സംഭവിക്കുകയാണ്. അപ്പൊ ഇൻട്രാ വെൻട്രിക്കുലാർ പ്രഷർ എന്ത് ചെയ്യുന്നു? കുറയാൻ തുടങ്ങുന്നു. അവിടെ ഒരു പ്രഷർ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ സെമിലൂണാർ വാൽവ് പെട്ടെന്ന് അടയുന്നു. കാരണം ആ ഗ്രേറ്റ് ആർട്ടറീസിലേക്ക് ബ്ലഡ് പോയി. ഇനി അടുത്തത് ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെമിലൂണാർ വാൽവുകൾ അവിടെ അടയുന്നു. അപ്പൊ നമുക്ക് സെക്കൻഡ് ഹാർട്ട് സൗണ്ട് കേൾക്കുന്നു. ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, വെൻട്രിക്കിൾസിന്റെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ബ്ലഡ് ഇജക്ട് ചെയ്ത് പോകുന്നില്ല. ഒരു സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ബ്ലഡ് അവിടെ റിമെയിൻ ചെയ്യുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എൻഡ് സിസ്റ്റോളിക് വോളിയം. അപ്പം എൻഡ് സിസ്റ്റോളിക് വോളിയം എന്ന് പറഞ്ഞാൽ വെൻട്രിക്കിളിന്റെ സിസ്റ്റോളിന് ശേഷം റിമെയിൻ ചെയ്യുന്ന ഒരു സ്മോൾ വോളിയം ഓഫ് ദ ബ്ലഡ്, അതിനെ വിളിക്കുന്ന പേരാണ് എൻഡ് സിസ്റ്റോളിക് വോളിയം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഐസോവോളിയമെട്രിക് റിലാക്സേഷൻ ഫേസിലേക്ക് പോകും. ഇനി വെൻട്രിക്കിൾസ് കുറച്ചു നേരം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം. അതാണ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സമയത്തും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് AV വാൽവുകളും അടഞ്ഞിരിക്കുകയാണ്, സെമിലൂണാർ വാൽവുകളും അടഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് ലീഡ് ചെയ്യുന്ന അടുത്ത ഫേസ് ആണ് ഫില്ലിംഗ് ഫേസ്. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് അടുത്ത ഡൗട്ട് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫില്ലിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി വെൻട്രിക്കുലാർ ഫില്ലിംഗ് ആണ് നടക്കുന്നത്. ഏട്രിയത്തിൽ നിന്ന് നമ്മുടെ ഈ ഹാർട്ടിലെ പ്രോസസ്സുകളെല്ലാം എന്താണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒട്ടും ഡിലേ ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ നമ്മുടെ വെൻട്രിക്കിൾസിനെ ഫില്ല് ചെയ്യാൻ ഓൾറെഡി വീനസ് റിട്ടേൺ വന്ന് അവിടെ നിപ്പുണ്ട്. നമ്മുടെ ഏട്രിയത്തിൽ രണ്ടിലും ബ്ലഡ് ഫില്ലായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അടുത്ത ഫേസിലേക്ക് പോകാനായിട്ട്, ഫില്ലിംഗ് ഫേസിലേക്ക് പോകാനായിട്ട്. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ റാപ്പിഡ് ഫില്ലിംഗ് ഫേസും പറഞ്ഞു, സ്ലോ ഫില്ലിംഗ് ഫേസും പറഞ്ഞു. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന രീതി നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് പെട്ടെന്ന് നിറഞ്ഞിരിക്കുന്ന ഒരു ചേംബർ പെട്ടെന്ന് ഷട്ടർ ഓപ്പൺ ആകുമ്പോൾ പെട്ടെന്ന് വന്ന് നടക്കുന്ന ഫില്ലിംഗ് ആണ്, ഹൈ പ്രഷർ ഫില്ലിംഗ് ആണ് റാപ്പിഡ് ഫേസ് ഫില്ലിംഗ്. പിന്നെ വരുന്നതാണ് സ്ലോ ഫേസ് ഫില്ലിംഗ്. എന്നിട്ട് അപ്പൊ നമ്മൾ ഏട്രിയൽ സിസ്റ്റോൾ ഓൾറെഡി നടന്നു. ഇനി അടുത്ത കാർഡിയാക് സൈക്കിൾ ആണ് ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു വ്യത്യാസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോന്നിന്റെയും ഡ്യൂറേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐസോവോളിയമെട്രിക് കൺട്രാക്ഷന്റെയും റാപ്പിഡ് ഇജക്ഷൻ, റെഡ്യൂസ്ഡ് ഇജക്ഷൻ. ഇവിടെ നമുക്ക് ഡൗട്ട് വരത്തില്ല. പിന്നെ വെൻട്രിക്കുലർ ഡയസ്റ്റോളിന്റെ കമ്പോണന്റുകളാണ് പ്രോട്ടോ ഡയസ്റ്റോൾ, ഐസോവോളിയമെട്രിക് റിലാക്സേഷൻ, റാപ്പിഡ് ഫില്ലിംഗ് ഫേസ്. പിന്നെ നമ്മൾ പറഞ്ഞത് സ്ലോ ഫില്ലിംഗ് ഫേസ് എന്നായിരുന്നു. പക്ഷെ ഇവിടെ ഒരു സബ് ഡിവിഷൻസ് കാണുന്നുണ്ട്. ഡയാസ്റ്റാസിസ് ആൻഡ് ഏട്രിയൽ ഫില്ലിംഗ് ഫേസ് എന്ന് പറഞ്ഞൊരു രണ്ട് ഡിവിഷൻസ് കാണുന്നുണ്ട്.
അതെന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് റാപ്പിഡ് ഫില്ലിംഗ് ഫേസ് എന്ന് പറയുന്നത് എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഒരു സൈഡിനെ മാത്രം വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിനെ വെച്ചിട്ടാണ് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ മിട്രൽ വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ AV വാൽവുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ റാപ്പിഡ് ആയിട്ട് ബ്ലഡ് എന്തിലേക്ക് പോകുന്നു, ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. അത് നമുക്ക് റാപ്പിഡ് ഫില്ലിംഗ് ഫേസ്, അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായതാണ്. ഇനി അടുത്ത രണ്ട് സംഭവങ്ങളാണ് നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയാസ്റ്റാസിസ്, അതായത് ഹൈ പ്രഷറിൽ ലെഫ്റ്റ് അതായത് ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിൾസിലേക്ക് ഹൈ പ്രഷറിൽ ഫസ്റ്റ് ഫ്ലോ ചെയ്യുന്നതാണ് റാപ്പിഡ് ഫില്ലിങ്. പിന്നെ അതിനുശേഷം എന്താ സംഭവിക്കുന്നത്, ആ പ്രഷർ ഒന്ന് കുറഞ്ഞിട്ട് ആഫ്റ്റർ ദി ഇനീഷ്യൽ ഫില്ലിംഗ് ഓഫ് ദ ബ്ലഡ് ദ പ്രഷർ ഇൻ ദ ബോത്ത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് ഏട്രിയം, ഇത് റൈറ്റിനും ആപ്ലിക്കബിൾ ആണ്, ഒരു സൈഡ് വെച്ച് പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഏട്രിയം, നമുക്ക് ജനറലി പറയാം ഏട്രിയത്തിന്റെയും വെൻട്രിക്കിളിന്റെയും പ്രഷർ ഈക്വലൈസ് ആവുന്ന ഒരു പോയിന്റ് വരും. ആ പോയിന്റിൽ എന്ന് പറയുന്നത് ആ ബ്ലഡ് ഫ്ലോ കുറവായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ ആ ഈക്വലൈസ് ആവുന്ന പോയിന്റിൽ ഫ്ലോ ചെയ്യുന്ന ബ്ലഡ്, അതിന്റെ ഡ്യൂറേഷനെയാണ് നമ്മൾ ഡയാസ്റ്റാസിസ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്, കംപ്ലീറ്റ് ആയിട്ട് ഏട്രിയത്തിന്റെ ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല. അപ്പൊ എന്താണ് സംഭവിക്കേണ്ടത്, ഏട്രിയത്തിലെ മുഴുവൻ ബ്ലഡും ഇജക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ഏട്രിയൽ ഫില്ലിംഗ് ഫേസ് എന്ന് പറഞ്ഞ ഒരു അടുത്ത ഫേസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏട്രിയൽ ഫില്ലിംഗ് ഫേസ്. അതിനുവേണ്ടി ഏട്രിയ എന്ത് ചെയ്യുന്നു, the latest stage of the diastole produce a second quick pressure gradient between chambers that pulls the additional blood into the left ventricle. അതായത് ഇത് ഹാർട്ടിൽ നടക്കുന്ന ഒരു പ്രോസസ് ആണ്. അതായത് ഈ ഡയാസ്റ്റാസിസിന് ശേഷം ബാക്കി റിമെയിൻ ചെയ്യുന്ന ബ്ലഡിനെയും കൂടെ മാക്സിമം ഇജക്ട് ചെയ്ത് നമ്മുടെ വെൻട്രിക്കിൾസിലേക്ക് പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഒരു സഡൻ ക്വിക്ക് പ്രഷർ ഗ്രേഡിയന്റ് പെട്ടെന്നുണ്ടാവുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് ആ ഒരു ഫേസും കൂടെ നടക്കുന്നത്. അങ്ങനെയാണ് ഒരു എക്സ്പ്ലനേഷൻ കണ്ടിട്ടുള്ളത് ഇതിൻ്റെ അകത്ത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ റാപ്പിഡ് ഫില്ലിംഗ് ഫേസിന് ശേഷം പിന്നെ ബ്ലഡ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നതാണ് ഡയാസ്റ്റാസിസ്. ഈ സമയത്ത് ഏട്രിയത്തിലെയും വെൻട്രിക്കിൾസിലെയും പ്രഷർ ഈക്വലൈസ് ആവുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിനെയാണ് ആ സമയത്ത് ഫ്ലോ ചെയ്യുന്ന ബ്ലഡിന്റെ ഡ്യൂറേഷൻ, അതാണ് ഡയാസ്റ്റാസിസ് എന്ന് പറയുന്നത്. അതിനുശേഷം ബാക്കി റിമെയിൻ ചെയ്യുന്ന ഏട്രിയൽ ബ്ലഡിനെയും കൂടെ ഏട്രിയത്തിൽ ബാക്കിയുള്ള റിമെയിൻ ചെയ്യുന്ന ബ്ലഡിനെയും കൂടെ വെൻട്രിക്കിൾസിലേക്ക് കൊടുക്കാനായിട്ട് ഉള്ളതാണ് ലാസ്റ്റ് ആ ഒരു ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ സഡൻ ആയിട്ട് ഒരു പ്രഷർ ഗ്രേഡിയന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് അവിടെ എക്സ്പ്ലനേഷനിൽ കണ്ടിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് പറയുന്ന ഹാർട്ട് സൗണ്ടുകൾ. അപ്പം ഇത്രയാണ് നമ്മൾ ഈ കാർഡിയാക് സൈക്കിളിനകത്ത് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഓരോ സ്റ്റേജും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കണം. ഏട്രിയൽ സിസ്റ്റോൾ, അപ്പൊ ഇവിടെ നമുക്ക് ഇനി ഏട്രിയത്തിന്റെ മാത്രം കാര്യം ഒന്ന് നോക്കാം. ഏട്രിയൽ സിസ്റ്റോളിൽ എന്താ സംഭവിക്കുന്നത്, ഏട്രിയത്തിന്റെ പ്രഷർ നല്ല രീതിയിൽ കൂടുന്നു. അപ്പൊ ആ വേവിനെ ഇവിടെ ഓർക്കുക. അപ്പൊ നമുക്ക് ജുഗുലാർ വെയിനെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ആ ഒരു പോർഷനിലേക്ക് പോവാം. ജുഗുലാർ വീനസ് പ്രഷറിൽ ഈ പീക്ക് റൈസിങ് കാണിക്കുന്നതെല്ലാം ഏട്രിയത്തിന്റെ പ്രഷർ കൂടുന്നു. ഈ ഡിസെന്റ് കാണിക്കുന്ന ഉള്ളതെല്ലാം കാണിക്കുന്നത് ഏട്രിയത്തിന്റെ പ്രഷർ കുറയുന്നതിനെയാണ്. റൈറ്റ് ഏട്രിയം എന്ന് ഓർക്കുക. റൈറ്റ് ഏട്രിയം ആണ് ജുഗുലാർ വെയിനിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നത്. റൈറ്റ് ഏട്രിയത്തിന്റെ പ്രഷർ ചേഞ്ചസ് ആണ് ജുഗുലാർ വെയിന് കാണിച്ചു തരുന്നത്. അപ്പൊ പ്രഷർ കൂടുമ്പം ഈ വേവ് ഫോം മുകളിലോട്ട് പീക്ക് ചെയ്യുന്നു. പിന്നെ ഏട്രിയത്തിന്റെ പ്രഷർ കുറയുമ്പോൾ പിന്നെയും താഴോട്ട് പോകുന്നു. പിന്നെ അങ്ങനെ ആ ഒരു ഏട്രിയത്തിനെ മാത്രം നമുക്ക് ഈ കാർഡിയാക് സൈക്കിളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് നോക്കുക. അതാണ് നമ്മുടെ ജുഗുലാർ വീനസ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പം ഈ വേവ് വെച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വേവ്. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട വേവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എ വേവ്. ഇതിന്റെ ഈ താഴെ കൊടുത്ത എക്സ്പ്ലനേഷനേക്കാൾ ഒന്നും കൂടി ഈസി ആയിട്ടുള്ളത് ഈ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ. അപ്പൊ എ വേവ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്, ഏട്രിയൽ കൺട്രാക്ഷൻ. അപ്പൊ നമ്മൾ ഈ ഓരോ വേവിലൂടെ പോകുമ്പോഴും കാർഡിയാക് സൈക്കിൾ മൊത്തത്തിൽ നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം. അത് വെച്ചിട്ട് വേണം നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എ വേവ് റെപ്രസെന്റ്സ് ഏട്രിയൽ കൺട്രാക്ഷൻ. അപ്പൊ കാർഡിയാക് സൈക്കിളിൽ ഫസ്റ്റ് എന്താണ് സംഭവിക്കുന്നത്, ഏട്രിയൽ സിസ്റ്റോൾ. അപ്പൊ ഏട്രിയയുടെ പ്രഷർ നല്ല രീതിയിൽ കൂടുന്നു, വേവ് മുകളിലോട്ട് കാണിക്കുന്നു. അപ്പൊ ഈ ഒരു പോർഷൻ ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്, ഏട്രിയ സിസ്റ്റോളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, പ്രഷർ കൂടുന്നു, ബ്ലഡ് താഴത്തേക്ക് ഫില്ല് ചെയ്യുന്നു. അടുത്തത് എന്താ സംഭവിക്കുന്നത്, ഏട്രിയ ഗ്രാജുവലി ഡയസ്റ്റോളിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ ഈ കാർഡിയാക് സൈക്കിൾ ഇതിന്റെ കൂട്ടത്തിൽ ഓർത്ത് പോകണം. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഏട്രിയ ഡയസ്റ്റോളിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AV വാൽവുകൾ ക്ലോസ് ആകും. ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സി വേവിനെ പറ്റിയാണ്. അതായത് സി വേവ് അല്ല, നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അത് തന്നെ സി വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബൾജിങ് മോഷൻ ഓഫ് ദ ക്ലോസ്ഡ് ട്രൈക്കസ്പിഡ് വാൽവ്. അപ്പൊ ഫസ്റ്റ് ഈ ഒരു എക്സ് കാണിച്ചിരിക്കുന്നത് പറയുന്നത് ഏട്രിയൽ ഡയസ്റ്റോളിനെയാണ് കാണിച്ചിരിക്കുന്നത്. അതിവിടെ എഴുതിയിട്ടില്ല, ഞാൻ ഒന്ന് നോട്ട് ചെയ്തേക്കാം. അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏട്രിയൽ സിസ്റ്റോളിന്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനെ കാണിച്ചിരിക്കുന്നു. എക്സ് എന്ന് പറഞ്ഞാൽ ഏട്രിയൽ ഡയസ്റ്റോൾ, അതായത് ഏട്രിയയുടെ പ്രഷർ കുറയുന്നു, അതാണ് ഈ എക്സ് ഡിസെന്റ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ള വേവ് എന്ന് പറയുന്നതാണ് സി വേവ്. സി വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഈവൻ ആഫ്റ്റർ ദ ക്ലോഷ്യർ ഓഫ് എ വി വാൽവ്, എ വി വാൽവ് അടഞ്ഞു കഴിഞ്ഞാലും ഏട്രിയയുടെ പ്രഷർ എന്ത് ചെയ്യുന്നു? സ്ലൈറ്റ്ലി ഇൻക്രീസ്ഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ സി വേവ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേവ് ആണ്. കാരണം ഇപ്പൊ നമ്മൾ ഏതൊക്കെ സ്റ്റേജിലൂടെ പോയി? ഏട്രിയൽ സിസ്റ്റോൾ കഴിഞ്ഞു, അപ്പൊ ഏട്രിയയുടെ പ്രഷർ കൂടി. ഏട്രിയൽ ഡയസ്റ്റോൾ ആയി, അപ്പൊ ഏട്രിയയുടെ പ്രഷർ കുറഞ്ഞു. അപ്പം ബ്ലഡ് മുഴുവൻ നമ്മുടെ വെൻട്രിക്കിൾസിലേക്ക് ആയി. ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എ വി വാൽവ് ക്ലോസ്ഡ് ആയി. എ വി വാൽവ് ക്ലോസ്ഡ് ആകുമ്പോൾ താഴത്തെ വെൻട്രിക്കിളിനെ ഒരു ബലൂൺ ആയിട്ട് സങ്കല്പിക്കുക. അതിന്റെ ഓപ്പണിംഗ് ആണ് ട്രൈക്കസ്പിഡ് വാൽവ്. റൈറ്റ് ഏട്രിയത്തിന്റെ ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത്. അപ്പം റൈറ്റ് വെൻട്രിക്കിൾ എന്ത് ചെയ്യുന്നു? ഒരു ബലൂൺ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആ ബലൂണിനെ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ കംപ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ട്രൈക്കസ്പിഡ് വാൽവ് എന്ത് ചെയ്യുന്നു? ബൾജ് ചെയ്യുന്നു. ബൾജ് ചെയ്യുമ്പോൾ, ബൾജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിലെ നമ്മുടെ ഏട്രിയത്തിലോട്ട് ഒരു പുഷ് കൊടുക്കുക. ഏട്രിയത്തിലേക്കാണ് അത് ബൾജ് ചെയ്ത് കയറുന്നത്. നമ്മൾ മനസ്സിൽ അത് ആലോചിച്ചാൽ മതി. അപ്പൊ അത് താഴെ വെൻട്രിക്കിൾസ് ഒന്ന് കംപ്രസ് ചെയ്യുമ്പോൾ അതിന്റെ ട്രൈക്കസ്പിഡ് വാൽവ് ഒന്ന് ബൾജ് ചെയ്യുന്നു. ബൾജ് ചെയ്യുമ്പം ഏട്രിയയുടെ ഉള്ളിലേക്കാണ് ഒരു ബൾജിങ് പോകുന്നത്. ആ ബൾജിങ് പോകുമ്പോൾ ഏട്രിയയുടെ പ്രഷർ ചെറുതായിട്ടൊന്ന് കൂടുന്നു. ആ കൂടുന്ന പ്രഷറിനെ നമ്മുടെ ജുഗുലാർ വീനസ് പ്രഷർ റിഫ്ലക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ സി വേവ് മുകളിലോട്ട് കാണിച്ചിരിക്കുന്നത്. മുകളിലോട്ട് കാണിച്ചിരിക്കുന്നത് കൊണ്ട് പക്ഷെ അത് ചെറിയ രീതിയിൽ ഉയരുന്നുള്ളൂ. കാരണം ആ ബൾജിങ്ങിന്റെ കാരണം കൊണ്ടുണ്ടായ ഒരു പ്രഷർ ഗ്രേഡിയന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ചെറിയ വേവ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഏട്രിയൽ സിസ്റ്റോൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നല്ല രീതിയിൽ ഉയർന്നു കണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ട്രൈക്കസ്പിഡ് വാൽവിന്റെ ബൾജിങ് കാരണം റൈറ്റ് ഏട്രിയത്തിൽ ഒരു പ്രഷർ ഉണ്ടാവുന്നു. ആ പ്രഷറിനെ ജുഗുലാർ വെയിൻ റിഫ്ലക്ട് ചെയ്യുന്നു. അതാണ് സി വേവ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നതാണ് എക്സ് ഡിസെന്റ്. എക്സ് ഡിസെന്റ് എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെന്റ്സ് ഡൗൺവേർഡ് മോഷൻ ഓഫ് ദ ട്രൈക്കസ്പിഡ് വാൽവ് ഡ്യൂറിംഗ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ. ഇനി അടുത്തത് എന്താ? നമ്മുടെ ഹാർട്ട് അവിടെ വെൻട്രിക്കിൾസ് വെറുതെ നിൽക്കുകയല്ല. വെൻട്രിക്കിൾസ് ഇനി ആ ബ്ലഡിനെ മുഴുവൻ താഴത്തേക്ക് ഗ്രേറ്റ് ആർട്ടറീസിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ആ ബൾജ് ചെയ്ത ട്രൈക്കസ്പിഡ് വാൽവ് ഒന്ന് താഴത്തോട്ട് പോകുന്നു. ഡൗൺവേർഡ് മോഷൻ ഉണ്ടാവുന്നു. ഡൗൺവേർഡ് മോഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഏട്രിയത്തിന് നേരത്തെ ഉണ്ടായ ആ ഒരു പ്രഷർ ഒന്ന് കുറഞ്ഞു കിട്ടുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? എക്സ് ഡിസെന്റ് ആണ് കാണിക്കുന്നത്. എക്സ് ഡിസെന്റ് താഴത്തേക്ക്. ആ എക്സ് ഡിസെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ കാണിക്കുന്നത് എക്സ് ഡിസെന്റ് കാണിക്കുന്നത് ശരിക്കും ഡൗൺവേർഡ് മോഷൻ ഓഫ് ട്രൈക്കസ്പിഡ് വാൽവിനെയാണ്. സി വേവ് കാണിക്കുന്നത് ബൾജിങ് മോഷൻ ഓഫ് ക്ലോസ്ഡ് ട്രൈക്കസ്പിഡ് വാൽവിനെയാണ്. അപ്പൊ എക്സ് ഡിസെന്റ് കാണിക്കുന്നത് എന്താണ്? ഡൗൺവേർഡ് മോഷൻ. ബൾജ് ചെയ്ത ആള് നമ്മൾ മറ്റേ ബലൂണിന്റെ കാറ്റ് താഴത്തൂടെ നമ്മൾ ഊതി വീടുമ്പം എന്താ ആ ഈ ബലൂണിന് രണ്ട് ഓപ്പണിംഗ് ഉണ്ടെന്ന് ഓർക്കുക. അപ്പൊ താഴത്തൂടെ ആ ഒരു ബ്ലഡ് പോയി കഴിയുമ്പം മുകളിൽ ഉണ്ടായിരുന്ന ആ ഒരു വാൽവ് താഴത്തോട്ടൊന്ന് ഡൗൺവേർഡ് മോഷൻ ഉണ്ടാവുന്നു. അത്രേ ഉള്ളൂ ഇവിടെ ഉണ്ടാവുന്നത്. നമ്മൾ ജസ്റ്റ് അതൊരു ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. ഇനി അടുത്തതായിട്ടുള്ള വേവ് ആണ് വി വേവ്. വി വേവ് എന്തിനെയാ റെപ്രസെന്റ് ചെയ്യുന്നതെന്നാ പറഞ്ഞിരിക്കുന്നത്? വി വേവ് റെപ്രസെന്റ്സ് പാസീവ് ഏട്രിയൽ ഫില്ലിംഗ്. അതായത് ഏട്രിയ അടുത്ത ബ്ലഡ് വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് അടുത്ത സിസ്റ്റോളിലേക്ക് പോകാൻ വേണ്ടി വീനസ് റിട്ടേൺ വന്നിട്ട് ഏട്രിയ നിറച്ച് ബ്ലഡ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഏട്രിയയുടെ പ്രഷർ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് വരുന്നു. അതാണ് ഈ വി വേവ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇറ്റ് റെപ്രസെന്റ്സ് പാസീവ് ഏട്രിയൽ ഫില്ലിംഗ്. ഇനി ലാസ്റ്റ് പറഞ്ഞേക്കുന്നതാണ് വൈ വേവ്. വൈ വേവ് എന്ന് പറഞ്ഞാൽ വൈ ഡിസെന്റ് ആണ്. എന്തായിരിക്കും നോർമലി? ദാറ്റ് ഈസ് ഓപ്പണിംഗ് ഓഫ് ട്രൈക്കസ്പിഡ് വാൽവ് ആൻഡ് ഏട്രിയൽ എംപ്റ്റിങ്. അതായത് ഏട്രിയയിലെ ബ്ലഡ് മുഴുവൻ വെൻട്രിക്കിൾസിലേക്ക് പോകുന്നു. അപ്പം ഏട്രിയയുടെ പ്രഷർ ഗ്രാജുവലി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രഷർ കുറയുന്നു. ഈ ഏട്രിയയുടെ പ്രഷറിനെ മാത്രം റിലേറ്റ് ചെയ്ത് പറയുന്ന ഗ്രാഫ് ഇത് ഒരു ഡയഗ്രാം ആണ് നമ്മുടെ ജുഗുലാർ വീനസ് പ്രഷർ വേവ് ഫോം എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം. അതായത് ഇതിൻ്റെ അകത്ത് നമ്മുടെ പീക്കായിട്ടുള്ള 3 വേവ്സ് ഉണ്ട്. എ വേവ്, സി വേവ് ആൻഡ് വി വേവ്. ഡിസെന്റ് കാണിക്കുന്നത് എക്സ്, എക്സ് ഡാഷ് ആൻഡ് വൈ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ എപ്പോഴും കാർഡിയാക് സൈക്കിൾ മനസ്സിലുണ്ടാവുക. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏട്രിയൽ സിസ്റ്റോൾ ഉണ്ടാകുന്നു. അപ്പോൾ ഏട്രിയയുടെ പ്രഷർ കൂടുന്നു. റൈറ്റ് ഏട്രിയ ആണ് ഓർക്കേണ്ടത്. റൈറ്റ് ഏട്രിയത്തിന്റെ പ്രഷർ കൂടുന്നു, സിസ്റ്റോൾ ആണ്. അപ്പൊ അത് ജുഗുലാർ വെയിൻ റിഫ്ലക്ട് ചെയ്യുന്നു. പ്രഷർ കൂടുകയാണ്. അപ്പൊ വേവ് മുകളിലോട്ട് കാണിച്ചു. ഇനി എന്താ സംഭവിക്കുന്നത്? ഏട്രിയൽ ഡയസ്റ്റോൾ സംഭവിക്കുന്നു. അപ്പോൾ ഏട്രിയയുടെ പ്രഷർ കുറയുന്നു. അപ്പൊ പ്രഷർ കുറയുമ്പോഴത്തേക്കും താഴത്തോട്ട്
എക്സ് എന്ന് പറഞ്ഞേക്കുന്നത് എക്സ് ഡിസെന്റ് കാണിച്ചേക്കുന്നത് ഏട്രിയയുടെ പ്രഷർ കുറയുന്നതിനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എ വി വാൽവ് ക്ലോസ് ആയി. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ വി വാൽവ് ക്ലോസ് ആയാലും ഇപ്പൊ നമ്മുടെ വെൻട്രിക്കിൾസ് എന്തിലാണ് നിൽക്കുന്നത്? ഐസോ വോളിയോമെട്രിക് കൺട്രാക്ഷൻ ഫേസിലാണ് നിൽക്കുന്നത്. ബലൂൺ പോലെ നിൽക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ട്രൈക്കസ്പിഡ് വാൽവ് ബൾജ് ചെയ്തിട്ട് ഏട്രിയത്തിലോട്ട് ഒരു ചെറിയ പ്രഷർ കൊടുക്കും. പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്, പക്ഷെ ചെറിയ രീതിയിലേ കൂടുന്നുള്ളൂ. അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ എന്ത് ചെയ്യുന്നത്, ഈ ഹൈറ്റ് കാണിച്ചിരിക്കുന്നത്. അതാണ് സി വേവ് എന്ന് പറയുന്നത്. അപ്പൊ സി വേവ് റെപ്രസെന്റ്സ് ബൾജിങ് മോഷൻ ഓഫ് ദ ക്ലോസ്ഡ് ട്രൈക്കസ്പിഡ് വാൽവ്. ഇനി എന്താ സംഭവിക്കുന്നത്? ട്രൈക്കസ്പിഡ് വാൽവ് ഓപ്പൺ ആയി. അപ്പൊ എന്താണ്? ആ ലീഫ്ലെറ്റുകൾ താഴോട്ടാണ്. ട്രൈക്കസ്പിഡ് വാൽവിന്റെ കസ്പുകൾ ഡൗൺവേർഡ് മൂവ് ചെയ്യാണ്, അതായത് വെൻട്രിക്കിൾസിന്റെ ഉള്ളിലോട്ട് കയറി പോകുന്ന പോലെ. അപ്പോ എന്താ സംഭവിക്കുന്നത്? ഏട്രിയയുടെ പ്രഷർ കുറയുന്നു. അത് അങ്ങനെ താഴോട്ട് ഗ്രാഫ് കാണിച്ചിരിക്കുന്നു. അപ്പൊ അത് ഓർക്കുക, അത് ഡൗൺവേർഡ് മോഷൻ ഓഫ് ട്രൈക്കസ്പിഡ് വാൽവിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ലാസ്റ്റ് അപ്പം വെൻട്രിക്കിൾസും ബ്ലഡിനെ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? ഏട്രിയയിലെ അടുത്ത ബ്ലഡ് വന്ന് നിറയണം. അതാണ് നമ്മുടെ വി വേവ് കാണിച്ചിരിക്കുന്നത്. അതായത് ഏട്രിയ പാസീവ് ആയിട്ട് ഫില്ലിങ് നടക്കുന്നു, അപ്പോൾ അത് വി വേവിൽ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഏട്രിയയുടെ പ്രഷർ കൂടി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നിറഞ്ഞ ബ്ലഡ് മുഴുവനും വെൻട്രിക്കിൾസിലേക്ക് പിന്നെ ഫില്ല് ചെയ്ത് പോകുമ്പോൾ ഏട്രിയയുടെ പ്രഷർ കുറയുന്നു. അപ്പൊ അതാണ് വൈ ഡിസെന്റ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ജുഗുലാർ വീനസ് പ്രഷർ. ഇതൊന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കാർഡിയാക് സൈക്കിളിന്റെ ബേസിസിൽ വേണം അത് മനസ്സിലാക്കാൻ. ഇനി അതിൻ്റെ അകത്ത് ഇനി പത്തോളജിക്കലായിട്ട് ചില കണ്ടീഷൻസിൽ JVP ഉണ്ടാവുന്നുണ്ട്. അതായത് അതിൻ്റെ അകത്ത് കാനോൺ എ വേവുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കുക. കാനോൺ എ വേവ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് കണ്ടീഷൻസിൽ ഉണ്ടാവുന്നതാണ്. പിന്നെ വെൻട്രിക്കുലർ അറിത്മിയ, അങ്ങനത്തെ എക്ടോപിക് ബീറ്റ്സ്, അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ കാണുന്നുണ്ട്. എന്നാലും കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്കിൽ കാണുന്നത് ജുഗുലാർ വീനസ് പ്രഷറിന്റെ വേവ് ഫോം എന്താണെന്ന് ചോദിച്ചാൽ കാനോൺ എ വേവ്സ് ആണെന്ന് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ് ഇതിന്റെ അകത്തുനിന്ന്. പിന്നെ ആബ്സെന്റ് എ വേവ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഏട്രിയൽ സിസ്റ്റോളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഏട്രിയയുടെ പ്രഷർ കൂടുന്നു. പക്ഷെ ഏട്രിയൽ ഫിബ്രിലേഷന്റെ കണ്ടീഷൻ നമ്മൾ വേറെ പോർഷൻസിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ അത് ഋതമില്ല, അത് വളരെ ഈ വിറച്ചുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു ഏട്രിയ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, അതിന്റെ ഋതമിക് ആയിട്ട് കൺട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എ വേവുകൾ ആബ്സെന്റ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇനി ലാർജ് എ വേവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ലാർജ് എ വേവ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഏട്രിയയുടെ പ്രഷർ നോർമലിനേക്കാളും കൂടുതലായിട്ട് കാണുക. അപ്പോഴാണ് ലാർജ് എ വേവ് ഉണ്ടാവുന്നത്. റൈറ്റ് ഏട്രിയയുടെ പ്രഷർ കൂടുതലായിട്ട് കാണണമെങ്കിൽ പൾമണറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ പൾമണറി സ്റ്റീനോസിസ് തുടങ്ങിയ കണ്ടീഷൻസ് ഉണ്ടാവണം. ഈ പൾമണറി സ്റ്റീനോസിസ് ഒക്കെ നമ്മൾ പഠിക്കുമ്പം ഈ കൺസെപ്റ്റ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ പൾമണറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ ഇത്ര ഓർക്കുക. അതായത് റൈറ്റ് ഏട്രിയയിൽ നിന്ന് ബ്ലഡ് പോകുന്നത് റൈറ്റ് വെൻട്രിക്കിളിലേക്കാണ്. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്കാണ് പോകുന്നത്. അപ്പൊ പൾമണറി ആർട്ടറിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ ബ്ലഡ് എന്ത് ചെയ്യുന്നു? അത് ബ്ലഡ് ബാക്ക്വേർഡ് ആയിട്ട്, അതായത് ആ ഉണ്ടാവുന്ന ബ്ലഡ് മുഴുവൻ എന്ത് ചെയ്യുന്നു? അത് റൈറ്റ് വെൻട്രിക്കിളിലും കൂടുതൽ ബ്ലഡ് ആവുന്നു. അതായത് ബാക്ക്വേർഡ് ആ ബ്ലഡ് കൂടിയിരിക്കുന്നു. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുകയാണ്. അപ്പൊ റൈറ്റ് വെൻട്രിക്കിളിനും ഹൈപ്പർട്രോഫി സംഭവിക്കുന്നു, റൈറ്റ് ഏട്രിയത്തിനും ഹൈപ്പർട്രോഫി സംഭവിക്കുന്നു. അതായത് ബ്ലഡ് എല്ലാം കൂടെ പുഷ് ചെയ്ത് പുറകിലോട്ട് തന്നെ, അതായത് ആ വന്ന വഴിയെ തന്നെ ബ്ലഡ് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ അടുത്തടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. എന്നിട്ട് റൈറ്റ് ഏട്രിയത്തിൽ അപ്പൊ നല്ല രീതിയിൽ പ്രഷർ കൂടുതലായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ നല്ല രീതിയിൽ പ്രഷർ കൂടുതലാണെങ്കിൽ അത് JVPയിൽ നല്ല രീതിയിൽ റിഫ്ലക്റ്റഡ് ആവും. അപ്പോഴാണ് ലാർജ് എ വേവ് കാണിക്കുന്നത്. അപ്പൊ ഇത് ഇപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്തത് കാനോൺ എ വേവ്, പിന്നെ ലാർജ് വി വേവ് എന്തിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്? പാസീവ് ഏട്രിയൽ ഫില്ലിംഗ് ആണ്. വി വേവ് റെപ്രസെന്റ്സ് പാസീവ് ഏട്രിയൽ ഫില്ലിംഗ്. ഏട്രിയത്തില് പുതിയ ബ്ലഡ് വന്ന് നിറയുമ്പോൾ ഏട്രിയയുടെ പ്രഷർ കൂടുന്നതാണ് വി വേവ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ, പ്രഷർ കൂടുമ്പം ഗ്രാഫ് മുകളിലോട്ട് പോകും. അപ്പം ഇവിടെ ലാർജ് വി വേവ് എന്ന് പറഞ്ഞാൽ ട്രൈക്കസ്പിഡ് റീഗർജിറ്റേഷൻ കണ്ടീഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ട്രൈക്കസ്പിഡ് റീഗർജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൈക്കസ്പിഡ് വാൽവിൽ കൂടെ റൈറ്റ് വെൻട്രിക്കിളിലെ ബ്ലഡ് മുഴുവൻ പുറകോട്ട് പോയി, അതായത് ബാക്കിലോട്ട് പോയിട്ട് റൈറ്റ് ഏട്രിയൽ വന്ന് നിറയും. അപ്പൊ റൈറ്റ് ഏട്രിയൽ ഓൾറെഡി ആര് വന്ന് നിറയുന്നുണ്ട്? വീനസ് ബ്ലഡ് വന്ന് നിറയുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ ട്രൈക്കസ്പിഡ് വാൽവിന്റെ ആ റീഗർജിറ്റേഷൻ കാരണം റൈറ്റ് വെൻട്രിക്കിളിലെ ബ്ലഡും കൂടെ റൈറ്റ് ഏട്രിയക്കകത്തോട്ട് കയറുന്നു. അപ്പൊ ടോട്ടൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? റൈറ്റ് ഏട്രിയയുടെ പ്രഷർ നല്ല രീതിയിൽ കൂടുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? പ്രഷർ ഗ്രേഡിയന്റ്, പ്രഷർ കൂടുന്നു, ആ ഗ്രാഫ് മുകളിലോട്ട് പോകുക, അതാണ് കാണിക്കുന്നത്. ഇനി അടുത്തത്
ജസ്റ്റ് അല്ലാതെ പഠിക്കാനുള്ള ഒരു കാര്യമാണ്. അതായത് റൈസ് ഇൻ ദ JVP ഡ്യൂറിങ് ഇൻസ്പിറേഷന്റെ സമയത്ത് JVP കൂടുന്നതിനെ വിളിക്കുന്ന പേരാണ് കുസ്മോൾ സൈൻ. അത് കൺസ്ട്രക്റ്റീവ് പെരികാർഡൈറ്റീസിൽ കാണുന്നു. അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതായത് ഈ കുസ്മോൾ സൈൻ എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്പിറേഷന്റെ സമയത്ത് JVP കൂടുന്നതാണ് കുസ്മോൾ സൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓരോ വേവുകളും കാർഡിയാക് സൈക്കിൾ വെച്ചിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് ഇനി ബാക്കി പോർഷനിലോട്ട് പോവാം. ഹെപ്പാറ്റോ ജുഗുലാർ റിഫ്ലെക്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ജുഗുലാർ വെയിൻ നോക്കുമ്പോൾ നമ്മുടെ ജുഗുലാർ വീനസ് പ്രഷർ നമ്മൾ പറഞ്ഞല്ലോ റൈറ്റ് ഏട്രിയത്തിന്റെ പ്രഷറിനെയാണത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അതൊന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു റിഫ്ലെക്സ് ആണ് ഹെപ്പാറ്റോ ജുഗുലാർ റിഫ്ലെക്സ്. ഹെപ്പാറ്റോ എന്ന് പറഞ്ഞാൽ ലിവറുമായിട്ട് റിലേറ്റഡ് ആണ്. ലിവറാണ് ഹെപ്പാറ്റോ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഒരാളുടെ അബ്ഡോമനിൽ നല്ല രീതിയിൽ പ്രഷർ അപ്ലൈ ചെയ്യും. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ലിവറിന് എന്ത് സംഭവിക്കുന്നു, കംപ്രഷൻ സംഭവിക്കുന്നു. ലിവറിലത്തെ ബ്ലഡ് എല്ലാം എങ്ങോട്ടേക്ക് പോകുന്നു, ഇൻഫീരിയർ വീനക്കാവ വഴി എങ്ങോട്ടേക്ക് പോകുന്നു, റൈറ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നു. റൈറ്റ് ഏട്രിയത്തിലേക്ക് പോകുമ്പോൾ നോർമലി എന്ത് സംഭവിക്കുന്നു, റൈറ്റ് ഏട്രിയത്തിന്റെ പ്രഷർ കൂടുന്നു. റൈറ്റ് ഏട്രിയത്തിന്റെ പ്രഷർ കൂടിയാൽ അത് നമ്മുടെ JVPയിൽ റിഫ്ലക്റ്റഡ് ആവുന്നു. അപ്പൊ JVP നോർമലി ഇൻക്രീസ്ഡ് ആവുന്നു. ദിസ് റിസൾട്ട്സ് ഇൻ ഇൻക്രീസ്ഡ് JVP. അപ്പം നോർമൽ ആയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ കേസിൽ ഈ അബ്ഡോമിനൽ പ്രഷർ കൊടുത്ത അബ്ഡോമിനൽ പ്രഷർ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, JVP ബാക്ക് ടു നോർമൽ ആവേണ്ടതാണ് നോർമൽ ആയിട്ടുള്ള ഒരാളുടെ കേസിൽ. പക്ഷേ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഉള്ള ഒരു പേഷ്യന്റിന്റെ കേസിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് പ്രഷർ റിലീസ് ചെയ്താലും JVP എന്ത് ചെയ്യത്തില്ല, ബാക്ക് ടു നോർമൽ ആവത്തില്ല. അത് റെപ്രസെന്റ് ചെയ്യുന്നത് റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിനെയാണ്. ഈ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതായത് ഈ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവുന്ന പേഷ്യൻസിൽ എന്താ സംഭവിക്കുന്നത്, അബ്ഡോമിനൽ പ്രഷർ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ആദ്യം JVP റൈസ് ആവുന്നു. അതായത് അബ്ഡോമിനൽ പ്രഷർ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ലിവറിൽ നിന്ന് ഇൻഫീരിയർ വീനക്കാവ വഴി ഇംപ്യൂർ ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലേക്ക് കയറുന്നു. ആ റൈറ്റ് ഏട്രിയത്തിൽ എന്ത് സംഭവിക്കുന്നു, പ്രഷർ നല്ല രീതിയിൽ കൂടുന്നു. അത് JVPയിൽ റിഫ്ലക്ട് ചെയ്യുന്നു. പക്ഷെ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഉള്ള ഒരു പേഷ്യന്റിന്റെ കേസിൽ ആ പ്രഷർ റിലീസ് ചെയ്താൽ JVP ബാക്ക് ടു നോർമൽ ആവത്തില്ല. അതാണ് നമ്മുടെ ഹെപ്പാറ്റോ ജുഗുലാർ റിഫ്ലെക്സിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ കാനോൺ വേവുകളെ പറ്റി ഒന്നും കൂടെ പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. അതായത് ഹാർട്ട് ഫെയിലിയർ, കംപ്ലീറ്റ് ഹാർട്ട് ഫെയിലിയറിൽ കാണുന്ന ഒരു ജുഗുലാർ വീനസ് വേവിനെ വിളിക്കുന്ന പേരാണ് കാനോൺ വേവ്. അപ്പൊ ഹെപ്പാറ്റോ ജുഗുലാർ റിഫ്ലെക്സിനെ പറ്റി ഇത്രയും മനസ്സിലാക്കുക. അബ്ഡോമിനിൽ കംപ്രഷൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, റൈറ്റ് ഏട്രിയത്തിന്റെ പ്രഷർ കൂടുന്നു. അത് JVPയിൽ റിഫ്ലക്ട് ചെയ്യുന്നു. റൈറ്റ് ഹാർട്ട് ഫെയിലിയർ ഉള്ള ഒരു കേസിൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞ് റിലീസ് ആക്കി കഴിഞ്ഞാലും JVP ബാക്ക് ടു നോർമൽ ആവത്തില്ല. ഇനി അടുത്തത് ഇന്ന് നമ്മൾ പുതിയ ടോപ്പിക് ആണ് പഠിക്കുന്നത്, ഡിഫറെന്റ് പൾസ് വേവ് ഫോംസ്. ഇപ്പൊ ഫസ്റ്റ് പറയാൻ പോകുന്നത് പൾസസ് ബിസ്ട്രിയൻസ്, പൾസസ് പാർവസ് എറ്റ് ടാർഡസ്, കൊളാപ്സിംഗ് പൾസ് ഓർ കൊറിഗാൻസ് പൾസ് ഓർ വാട്ടർ ഹാമർ പൾസ് ഓർ ഹൈപ്പർ കൈനറ്റിക് പൾസ്, പിന്നെ പൾസസ് പാരഡോക്സസ്, പിന്നെ റിവേഴ്സ് പൾസസ് പാരഡോക്സസ്, പൾസസ് ഓൾട്ടർനൻസ്, പൾസസ് ബൈജെമിനിസ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട്, ഈ പൾസസ് ബൈജെമിനിസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അപ്പൊ പക്ഷെ നമ്മൾ ഇത് വെറുതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ കൺസെപ്റ്റ് എന്ന് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു പൾസ് വേവ്. ഇതെല്ലാം അബ്നോർമൽ കണ്ടീഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എങ്ങനെയാണെന്നാണ് ഫസ്റ്റ് നോക്കുന്നത്. അതിൻ്റെ അകത്ത് നോർമൽ പൾസ് വേവ് ഫോംസ്, നോർമൽ ആർട്ടീരിയൽ വേവ് ഫോമിനെ പറ്റിയാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പൊ ഈ നോർമൽ ആർട്ടീരിയൽ ഫോമിന്റെ അകത്ത് നമ്മൾ ആദ്യം ഒരു ഗ്രാഫ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഇതാണ് നമ്മുടെ ആർട്ടീരിയൽ പൾസിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആർട്ടീരിയൽ പൾസിന്റെ ഗ്രാഫ്. അപ്പൊ ഇവിടെ കാണിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത്, ഇതൊരു സ്ലൈഡ് ഷോ ആയിട്ട് കാണിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു ആർട്ടീരിയൽ പൾസ് വേവ് എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് അനാക്രോട്ടിക് ലിംബ് ഉണ്ട്, ഡൈക്രോട്ടിക് ലിംബ് ഉണ്ട്, സിസ്റ്റോള് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, ഡയസ്റ്റോള് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു നോച്ച് ഉണ്ട്. ഈ നോച്ചിനെ വിളിക്കുന്ന പേരാണ് ഡൈക്രോട്ടിക് നോച്ച്. അപ്പൊ ഇതൊക്കെ എന്താണ് ഈ കമ്പോണൻസ് എന്നൊക്കെ നമുക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് അത് എന്തൊക്കെയാണ്, ഓരോ കമ്പോണൻസും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമ്മൾ എന്താണ് സംഭവിക്കേണ്ടത്, കാർഡിയാക് സൈക്കിൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് കാർഡിയാക് സൈക്കിൾ ആണ്. അവിടെ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അല്ലാതെ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഏട്രിയൽ സിസ്റ്റോള് സംഭവിക്കുന്നത്. നമ്മുടെ ഏട്രിയ കൺട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പം ഇത് ഏട്രിയൽ സിസ്റ്റോൾ, ഏട്രിയൽ ഡയസ്റ്റോൾ എന്നല്ല, നമ്മൾ പൊതുവെ സിസ്റ്റോളിനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലാർജ് അപ്വേർഡ് ട്രേസിംഗ് ഈസ് കോൾഡ് ആസ് എ സിസ്റ്റോളിക് അപ്സ്ട്രോക്ക്. അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏട്രിയ, വെൻട്രിക്കിൾ, ഗ്രേറ്റ് വെസൽസ് ആ ഒരു ഓർഡറിലല്ല നമ്മൾ നോക്കുന്നത്. വെൻട്രിക്കിൾസിൽ നിന്ന് ഗ്രേറ്റ് വെസൽസിലേക്ക് പോകുന്നു, അതായത് ആർട്ടറീസിലേക്കാണല്ലോ പോകുന്നത്. ഹാർട്ടിൽ നിന്ന് പോകുന്നത് ആർട്ടറീസിലേക്കാണ്. അപ്പൊ നമ്മൾ ആർട്ടീരിയൽ പൾസ് വേവുകളെ പറ്റിയാണ് ഇപ്പൊ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കുക, വെൻട്രിക്കിൾസിൽ നിന്ന് ആർട്ടറിയിലേക്കാണ് ബ്ലഡ് പോകുന്നത്. ആ കാര്യത്തിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് പഠിക്കാൻ. ഇപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, ലാർജ് അപ്വേർഡ് ട്രേസിംഗ് ഈസ് കോൾഡ് ആസ് എ സിസ്റ്റോളിക് അബ്സ്ട്രോക്ക് ഓർ ദ അനാക്രോട്ടിക് ലിംബ്. അപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് പറഞ്ഞാൽ എന്താണ്? മുകളിലോട്ട് വേവ് പോകുന്നു. ഈ മുകളിലോട്ട് പോകുന്നത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പ്രഷർ കൂടുക എന്നതിനെയാണ് മുകളിലോട്ട് പോകുന്നത് റെപ്രസെന്റ്. അപ്പോ ഇതിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റോളിക് അബ്സ്ട്രോക്ക് അല്ലെങ്കിൽ അനാക്രോട്ടിക് ലിംബ്. ഇപ്പൊ ഇത്ര ഓർക്കുക, വെൻട്രിക്കുലാർ സിസ്റ്റോൾ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ വെൻട്രിക്കുലാർ സിസ്റ്റോൾ ആണ് നടക്കുന്നതെന്ന് ഓർക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? പ്രഷർ കൂടുന്നു. പ്രഷർ കൂടുമ്പോൾ അതിനെ സിസ്റ്റോളിക് അബ്സ്ട്രോക്ക് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ അനാക്രോട്ടിക് ലിംബ് എന്നാണ് പറയുന്നത്. അപ്പൊ ദിസ് റെപ്രസെന്റ്സ് റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ ആസ് ദ ഹാർട്ട് ഈസ് ഇജക്ടിങ് ദ ബ്ലഡ്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഹാർട്ട് ബ്ലഡിനെ ഇജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെൻട്രിക്കിൾസ് ബ്ലഡിനെ പുറത്തേക്ക് ഇജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ, ആർട്ടീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രേറ്റ് ആർട്ടറീസിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഹാർട്ട് ഗ്രേറ്റ് ആർട്ടറീസിലേക്ക് ബ്ലഡിനെ ഇജക്ട് ചെയ്യുമ്പോൾ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ അത് ഓർക്കുക. അപ്പൊ ലാർജ് അപ്വേർഡ് ട്രേസിംഗ് കാണിച്ചിരിക്കുന്നത് സിസ്റ്റോളിക് അബ്സ്ട്രോക്കിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനെ അനാക്രോട്ടിക് ലിംബ് എന്നും പറയുന്നു. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഹാർട്ട് ബ്ലഡിനെ ഇജക്ട് ചെയ്യുന്നതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓർക്കേണ്ടത്. അപ്പൊ ഇവിടെ ഞാൻ കാർഡിയാക് സൈക്കിൾ മൊത്തത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആ ഒരു സൈക്കിള് മൊത്തത്തിൽ ആലോചിച്ചാലേ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ ഇവിടെ താഴെ കാണിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഇവിടെ ഓർക്കുക, ഈ ഒരു പോയിന്റിൽ AV വാൽവുകൾ ഓപ്പൺ ആകുന്നു എന്ന് ഓർക്കുക. AV വാൽവുകൾ ഓപ്പൺ ആകുന്നു. ഏട്രിയയുടെ സിസ്റ്റോൾ നടന്നു കഴിഞ്ഞു. അപ്പൊ AV വാൽവ് ഏട്രിയ ഡയസ്റ്റോളിൽ പോയി AV വാൽവുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ വെൻട്രിക്കിൾസിന്റെ അകത്ത് ബ്ലഡ് പ്രഷർ കൂടി. അപ്പം ഇതാണ് എന്ത് കാണിച്ചിരിക്കുന്നത്? സിസ്റ്റോളിക് അബ്സ്ട്രോക്ക് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അപ്പം AV വാൽവുകൾ ഓപ്പൺ ചെയ്തു. AV വാൽവ് ഇതിന്റെ സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. AV വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോട്ടിക് വാൽവിനെയാണ് ഓർത്തിരിക്കുന്നത്. ഏട്രിയ വെച്ചല്ല നോക്കേണ്ടത്, അയോട്ടിക് വാൽവ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അയോട്ടിക് വാൽവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻട്രിക്കിൾസ് ഗ്രേറ്റ് വെസൽസിലേക്ക് ഓപ്പൺ ചെയ്യുന്നതാണ് അയോട്ടിക് വാൽവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അയോട്ടിക് വാൽവുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇറ്റ് മാർക്സ് ദ ബിഗിനിങ് ഓഫ് ദ സിസ്റ്റോൾ. അയോട്ടിക് വാൽവുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തിന്റെ സിസ്റ്റോൾ ആണ് ബിഗിൻ ചെയ്യുന്നത്? വെൻട്രിക്കിൾസിന്റെ സിസ്റ്റോൾ ആണ് ബിഗിൻ ചെയ്യുന്നത്. AV എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അയോട്ടിക് വാൽവ് എന്നാണ്. അയോട്ടിക് വാൽവ് ഓപ്പൺ ചെയ്യുന്നു, വെൻട്രിക്കിൾസിലെ ബ്ലഡ് എങ്ങോട്ടേക്ക് പോകുന്നു? വെൻട്രിക്കുലാർ സിസ്റ്റോൾ ബിഗിൻ ചെയ്യുന്നു. അതാണ് സിസ്റ്റോളിക് അബ്സ്ട്രോക്ക് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അയോട്ടിക് വാൽവ് ഓപ്പൺസ് ആൻഡ് മാർക്സ് ദ ബിഗിനിങ് ഓഫ് ദ വെൻട്രിക്കുലാർ സിസ്റ്റോൾ. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഇത് സിസ്റ്റോൾ വെൻട്രിക്കിൾസ് അങ്ങനെ കൺട്രാക്ട് ചെയ്ത് അതൊരു പീക്കിലെത്തും. ആ എത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് പീക്ക് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. പീക്ക് സിസ്റ്റോളിക് പ്രഷർ, അതാണ് നമ്മുടെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ പ്രഷർ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സിസ്റ്റോളിക് കമ്പോണന്റ് എന്ന് പറയുന്നത് ഈ ഒരു കമ്പോണന്റ് ആണ്. അതായത് ഈ പീക്കിൽ എത്തുമ്പോഴത്തേക്കും ആണ്. അപ്പം ഈ AV വാൽവ് ഓപ്പൺ ചെയ്യുന്നു, വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിസ്റ്റോൾ എന്ന് പറയുന്നത്. ഈ മുകളിലോട്ടുള്ള വേവ് ആണ് സിസ്റ്റോളിക് അബ്സ്ട്രോക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പൊ വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്ത് അതൊരു പീക്കിൽ എത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് പീക്ക് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത്, പീക്കിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഡയസ്റ്റോളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ സിസ്റ്റോളിക് ഡിക്ലൈൻ എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സിസ്റ്റോളിക് ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ പീക്ക് സിസ്റ്റോളിക് പ്രഷർ the wave forms begins to decline. This is called as systolic decline. അതായത് നമ്മുടെ വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞായിരുന്നു, റാപ്പിഡ് ഇജക്ഷൻ ഫേസും ഉണ്ട്, സ്ലോ ഇജക്ഷൻ ഫേസും ഉണ്ടെന്ന്. രണ്ട് ഫേസുകൾ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ റാപ്പിഡ് ഇജക്ഷൻ ഫേസ് അപ്പൊ നല്ല രീതിയിൽ കൺട്രാക്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കുമാണ് ഹൈ പ്രഷർ ആയിട്ട് മാറുന്നത്. പിന്നെ നമ്മൾ ബാക്കി ഇപ്പോഴും നമ്മുടെ ഹാർട്ടിലെ വെൻട്രിക്കിൾസ് കൺട്രാക്ഷൻ ഫേസിൽ തന്നെ നിൽക്കുകയാണ്.
അതായത് വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്ത് റിമൈനിങ് ബ്ലഡിനെയും കൂടെ ഗ്രേറ്റ് വെസൽസിലേക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. അത് പക്ഷെ ഒരു ലോ പ്രഷറിലാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് സിസ്റ്റോളിക് ഡിക്ലൈൻ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അപ്പം വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്തതിന്റെ മാക്സിമത്തിൽ എത്തുന്നതാണ് പീക്ക് സിസ്റ്റോളിക് പ്രഷർ. അതിനുശേഷം ഇപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ട രണ്ട് ഫേസുകൾ, റാപ്പിഡ് ഇജക്ഷൻ ഫേസും സ്ലോ ഇജക്ഷൻ ഫേസും ഓർക്കുക. റാപ്പിഡ് ഇജക്ഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ ഇജക്ഷൻ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്ത് അതിന്റെ മാക്സിമത്തിൽ എത്തുമ്പോൾ ഉണ്ടാകുന്നതാണ് പീക്ക് സിസ്റ്റോളിക് പ്രഷർ. അതിനുശേഷം പിന്നെ പാസീവായിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു. അത് പക്ഷെ ലോ പ്രഷറിലാണ് ഫ്ലോ ചെയ്യുന്നത്. അതാണ് സിസ്റ്റോളിക് ഡിക്ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർക്കുക. ഇനി ഇവിടെ കൊണ്ട് ഈ ഒരു നോച്ചിലോട്ട് എത്തുന്നതിലൂടെ നമ്മുടെ ഈ സിസ്റ്റോള് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ അതാണ് ഡൈക്രോട്ടിക് നോച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡൈക്രോട്ടിക് നോച്ച് എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന നോച്ചാണ്. അതായത് ഹിയർ ദ അയോട്ടിക് വാൽവ്സ് ക്ലോസസ്. അതായത് നമുക്കറിയാം വെൻട്രിക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്ലഡ് റിമെയിൻ ചെയ്യുന്നുണ്ട് ഉള്ളില്. എന്നാലും വെൻട്രിക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലഡിനെ കൊടുത്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? വെൻട്രിക്കിൾസ് ഡയസ്റ്റോളിലേക്ക് പോകുന്നു. ഡയസ്റ്റോളിലേക്ക് പോകുമ്പോൾ ആർട്ടറീസിൽ നിന്ന് ബ്ലഡ് ബാക്ക്വേർഡ് ഫ്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് AV വാൽവുകൾ അവിടെ ക്ലോസ് ആകുന്നു. AV വാൽവുകൾ ക്ലോസ്, അയോട്ടിക് വാൽവ്, AV വാൽവ് അല്ല, അയോട്ടിക് വാൽവ്, സെമിലൂണർ വാൽവിലെ അയോട്ടിക് വാൽവ് അവിടെ ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. ആ ക്ലോസ് ആവുന്നത് ഈ ഡൈക്രോട്ടിക് നോച്ചിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ രണ്ട് സിഗ്നിഫിക്കൻസ് ആണ് ഈ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ അയോട്ടിക് വാൽവ് ക്ലോസ് ആവുകയും ആൻഡ് ഓൾസോ ഇറ്റ് മാർക്സ് ദ എൻഡ് ഓഫ് ദ സിസ്റ്റോൾ ആൻഡ് ദ ബിഗിനിങ് ഓഫ് ദ ഡയസ്റ്റോൾ. ഇതെന്ന് പറഞ്ഞാൽ സിസ്റ്റോൾ എൻഡ് ചെയ്യുകയും ഡയസ്റ്റോള് ബിഗിൻ ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡൈക്രോട്ടിക് നോച്ചിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ അയോട്ടിക് വാൽവ് ക്ലോസ് ആവുന്നു, അതായത് ബാക്ക്വേർഡ് ഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനോടൊപ്പം തന്നെ സിസ്റ്റോളിന്റെ എൻഡും ഡയസ്റ്റോളിന്റെ ബിഗിനിങ്ങുമാണ് ഈ ഒരു നോച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ എന്താ പറഞ്ഞേക്കുന്നത്? സ്ലൈറ്റ് അപ്വേർഡ് മൂവ്മെന്റ്. ഈ നോച്ച് ആണെങ്കിലും ഇതൊന്ന് ജസ്റ്റ് അപ്വേർഡ് ആയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട, ഞാൻ ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പൊ സ്ലൈറ്റ് അപ്വേർഡ് മൂവ്മെന്റ്, ഈ ഒരു നോച്ചിന്റെ ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ വേവ് പൊങ്ങിയാ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ശരിക്കും അവിടെ പ്രഷർ കുറയുകയാണല്ലോ ചെയ്യേണ്ടത്. ഡയസ്റ്റോളിലേക്ക് പോകുമ്പോൾ ശരിക്കും പ്രഷർ കുറഞ്ഞു വരികയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് ചെറുതായിട്ടൊന്ന് കാണിച്ചിരിക്കുന്നത്, പൊങ്ങി കാണിച്ചിരിക്കുന്നതിന്റെ റീസൺ ആണ് പറഞ്ഞിരിക്കുന്നത്. ഡ്യൂ ടു ബൗൺസിങ് ഓഫ് ദ ബ്ലഡ് ഫ്രം അയോട്ട ടുവേർഡ്സ് ദ അയോട്ടിക് വാൽവ് ആഫ്റ്റർ ഇറ്റ്സ് ക്ലോഷർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ട്രൈകസ്പിഡ് ബൾജിങ്ങിനെ പോലെ തന്നെ. അതുപോലെ തന്നെ ഇവിടെ അയോട്ടിക് വാൽവ് ഷട്ടായി അടഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്രേറ്റ് വെസൽസിലേക്ക് പോയ ബ്ലഡ് എന്ത് ചെയ്യുന്നു? ചെറുതായിട്ടൊന്ന് ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്. ബ്ലഡ് എപ്പോഴും ഒരേ ഡയറക്ഷനിൽ അങ്ങനെ പോകത്തില്ലല്ലോ. അതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പുറകിലോട്ടൊന്ന് ബൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബൗൺസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രഷർ ഇൻക്രീസിനെയാണ് ഈ ഒരു അപ്വേർഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്, അപ്വേർഡ് വേവ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ മെയിൻ ആയിട്ട് ഓർക്കേണ്ട പോയിന്റ് ഡൈക്രോട്ടിക് നോച്ചിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി വേണം ഓർക്കാൻ. ഇവിടെ അയോട്ടിക് വാൽവ് ക്ലോസ്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇറ്റ് മാർക്സ് ദ എൻഡ് ഓഫ് ദ സിസ്റ്റോൾ ആൻഡ് ബിഗിനിങ് ഓഫ് ദ ഡയസ്റ്റോൾ. ഇനി അടുത്തത് ഡയസ്റ്റോളിലേക്കാണ് പോകുന്നത്. അതായത് ഡൗൺവേർഡ് മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഡയസ്റ്റോളിക് റൺ ഓഫ്. ഈ താഴോട്ട് കാണിച്ചിരിക്കുന്നതാണ് ഡൗൺവേർഡ് മൂവ്മെന്റ്, ദാറ്റ് ഈസ് എ ഡയസ്റ്റോളിക് റൺ ഓഫ്. ഇവിടെ പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ സംഭവിക്കുന്ന എന്താ? വെൻട്രിക്കിൾസ് റിലാക്സേഷൻ ഫേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രഷർ കുറഞ്ഞ് പ്രഷർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ലോവസ്റ്റ് പോയിന്റിലാകുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് മിനിമം ഡയസ്റ്റോളിക് പ്രഷർ. അതായത് ആ റിലാക്സേഷൻ ഫേസിൽ ഉണ്ടാവുന്ന മിനിമം പ്രഷർ ആണ് മിനിമം ഡയസ്റ്റോളിക് പ്രഷർ. ഇതാണ് നമ്മൾ BP നോക്കുമ്പോൾ കാണുന്ന ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഈ മിനിമം പോയിന്റിലാണ് ആ മിനിമം ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷറിന്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇനി എക്സ്ട്രാ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പൾസ് പ്രഷർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പീക്ക് സിസ്റ്റോളിക് പ്രഷർ ആൻഡ് ദ മിനിമം ഡയസ്റ്റോളിക് പ്രഷർ. കണ്ടോ, ഇതാണ് പീക്ക് സിസ്റ്റോളിക് പ്രഷർ. മാക്സിമം കൺട്രാക്ഷൻ നടക്കുന്ന പോയിന്റ് ആണ് പീക്ക് സിസ്റ്റോളിക് പ്രഷർ. പിന്നെ ഏറ്റവും കൂടുതൽ എന്താണ് പ്രഷർ കുറയുന്ന ഒരു പോയിന്റ് ആണ് മിനിമം ഡയസ്റ്റോളിക് പ്രഷർ. ഏറ്റവും കൂടുതൽ ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഫില്ലിംഗ് ഫേസ് ആണല്ലോ. ആ സമയത്ത് ആ റിലാക്സേഷൻ ഫേസ് ആണ് മെയിൻ ആയിട്ടും പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് ഏറ്റവും കുറഞ്ഞ പ്രഷറാണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് പൾസ് പ്രഷർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇതാണ് നമ്മുടെ ആർട്ടീരിയൽ വേവ് ഫോം. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് പറയാം, AV വാൽവ് എന്ന് പറഞ്ഞാൽ അയോട്ടിക് വാൽവ് ഓപ്പൺ ചെയ്തു,
വെൻട്രിക്കിൾസിൽ നിന്നുള്ള ബ്ലഡ് എന്തിലേക്ക് പോകുന്നു? ഗ്രേറ്റ് ആർട്ടറീസിലേക്ക്. ഇത് ആർട്ടീരിയൽ ബ്ലഡ് പ്രഷറിന്റെ ആണ് നമ്മൾ പറയുന്നത്. അപ്പം ഗ്രേറ്റ് ആർട്ടറീസിലേക്കാണ് പോകേണ്ടത്. അപ്പൊ വെൻട്രിക്കിൾസ് എന്ത് ചെയ്യുന്നു? കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങുന്നു. അതാണ് നമ്മുടെ സിസ്റ്റോൾ എന്ന് പറയുന്നത്. സിസ്റ്റോളിക് അപ്സ്ട്രോക്ക്, സിസ്റ്റോൾ കൺട്രാക്ട് ചെയ്ത് അതിന്റെ പീക്കിൽ എത്തുന്നതാണ് പീക്ക് സിസ്റ്റോളിക് പ്രഷർ. അത് ഈ വെൻട്രിക്കിൾസിന്റെ ആണ് പറഞ്ഞിരിക്കുന്നത്. പീക്ക് സിസ്റ്റോളിക് പ്രഷറിൽ എത്തുന്നു. അതിനുശേഷം പതുക്കെ പാസീവ് ആയിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു. അതാണ് സിസ്റ്റോളിക് ഡിക്ലൈൻ. അതായത് ആദ്യം ഹൈ പ്രഷറിൽ ബ്ലഡ് ഇജക്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള റിമൈനിങ് ബ്ലഡ് സിസ്റ്റോളിക് ഡിക്ലൈൻ പാസീവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറഞ്ഞ് അത് എന്തിലേക്ക് പോകുന്നു? ഡയസ്റ്റോളിക് ഫേസിലേക്ക് പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഡൈക്രോട്ടിക് നോച്ച്. ഡൈക്രോട്ടിക് നോച്ചിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമയത്ത് നമ്മുടെ അയോട്ടിക് വാൽവുകൾ ക്ലോസ് ആവുന്നു. അയോട്ടിക് വാൽവ് ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത്. അതിനോടൊപ്പം തന്നെ ഇറ്റ് റെപ്രസെന്റ്സ് ദ എൻഡ് ഓഫ് ദ സിസ്റ്റോൾ ആൻഡ് ദ ബിഗിനിങ് ഓഫ് ദ ഡയസ്റ്റോൾ. അതാണ് ഈ ഡൈക്രോട്ടിക് നോച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഡയസ്റ്റോളിലേക്ക് പോവുകയാണ് വെൻട്രിക്കിൾസ്. അപ്പൊ ഡയസ്റ്റോളിക് റൺ ഓഫ് ഡയസ്റ്റോളിലേക്ക് പോയി എന്ത് ചെയ്യുന്നു? മിനിമം ഡയസ്റ്റോളിക് പ്രഷർ ആവുകയാണ് ചെയ്യുന്നത്. മിനിമം ഡയസ്റ്റോളിക് പ്രഷർ ആവുന്നതാണ് നമ്മുടെ ബി പിയിൽ ലോവർ ആയിട്ട് കിട്ടുന്ന പ്രഷർ. ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് ഈ മിനിമം ഡയസ്റ്റോളിക് പ്രഷർ ആണ്. പിന്നെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നതാണ് പീക്ക് സിസ്റ്റോളിക് പ്രഷറും മിനിമം ഡയസ്റ്റോളിക് പ്രഷറും തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് പൾസ് പ്രഷർ. അപ്പൊ ഇതാണ് നമ്മുടെ പൾസ് പ്രഷർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഇപ്പം ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കണ്ട ഫിഗർ ഇതാ. ഈ ഫസ്റ്റ് ഫിഗറിന്റെ അകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് പാർട്ട് ഈസ് ഡ്യൂ ടു ദ സിസ്റ്റോളിക്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന പാർട്ട് സിസ്റ്റോളിക് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഡയസ്റ്റോളിക് പാർട്ടാണ്. സിസ്റ്റോളിക് ലിംബിനെ വിളിക്കുന്ന പേരാണ് അനാക്രോട്ടിക് ലിംബ്. സിസ്റ്റോളിക് ലിംബിനെ വിളിക്കുന്ന പേരാണ് അനാക്രോട്ടിക് ലിംബ്. ഡയസ്റ്റോളിക് ലിംബിനെ വിളിക്കുന്ന പേരാണ് ഡൈക്രോട്ടിക് ലിംബ്. പിന്നെ പൾസ് പ്രഷർ എന്ന് പറഞ്ഞാൽ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ മൈനസ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. നോർമൽ പൾസ് പ്രഷർ എന്ന് പറഞ്ഞാൽ 30 to 60 വരെയാണ് വരേണ്ടത്. സിസ്റ്റോളിക്കിന്റെ ഡയസ്റ്റോളിക്കിന്റെ ഡിഫറൻസ് 30 to 60 ആണ് വരേണ്ടത്. ലെസ് ദാൻ 30 ആണെങ്കിൽ അതിനെ നമുക്ക് സ്മോൾ വോളിയം പൾസ് എന്ന് പറയാം. ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലാർജ് വോളിയം പൾസ്. അപ്പൊ സിസ്റ്റോളിക്കിന്റെ ഡയസ്റ്റോളിക്കിന്റെ ഡിഫറൻസ് ലെസ് ദാൻ 30 ആണെങ്കിൽ അതിനെ സ്മോൾ വോളിയം പൾസ് എന്നും, ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ അതിനെ ഗ്രേറ്റർ ദാൻ 60 എന്നാണ് ഇവിടെ തെറ്റിപ്പോയത്. ഗ്രേറ്റർ ദാൻ 60 ആണെങ്കിൽ അതിനെ ലാർജ് വോളിയം പൾസ് എന്നുമാണ് പറയുന്നത്. ഇനി അടുത്തത് ഹൈപ്പോ കൈനറ്റിക് പൾസും ഹൈപ്പർ കൈനറ്റിക് പൾസും. നമ്മൾ നോർമൽ പൾസ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഹൈപ്പോ കൈനറ്റിക്, അതിന്റെ കുറയുന്നതും അതിന്റെ കൂടുന്നതുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ലെസ് ദാൻ 30 മോർ ദാൻ 30 അത് പറഞ്ഞു. അത് വെച്ചിട്ടുള്ള പേരുകളാണ് ഹൈപ്പോ കൈനറ്റിക്കും ഹൈപ്പർ കൈനറ്റിക്കും. ഹൈപ്പോ കൈനറ്റിക് പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഔട്ട്പുട്ട് സ്റ്റേറ്റുകളിലാണ് കാണുന്നത്. അതായത് കാർഡിയാക് ഔട്ട്പുട്ട് കുറവായിട്ടിരിക്കുന്ന കണ്ടീഷൻസിൽ, അതായത് മാക്സിമം സിസ്റ്റോൾ നടന്നാലല്ലേ നമ്മുടെ മാക്സിമം ബ്ലഡിനെ ഇജക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ശരിക്കും ഈ ഒരു ഇക്വേഷൻ ഓർക്കുക. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ മൈനസ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. സിസ്റ്റോളിക് എന്ന് പറയുന്നതാണ് മാക്സിമം കൺട്രാക്ട് ചെയ്യുന്ന ഒരു പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ മാക്സിമം ആയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? മാക്സിമം ബ്ലഡിനെ നമുക്ക് ഇജക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ലോ ഔട്ട്പുട്ട് സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതായത് സ്ട്രോക്ക് വോളിയം, പുറത്തോട്ട് പോകുന്ന ബ്ലഡിന്റെ എമൗണ്ട് ഒക്കെ കുറവായിരിക്കും. അതായത് സിസ്റ്റോൾ അവിടെ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല എന്ന് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ലോ ഔട്ട്പുട്ട് സ്റ്റേറ്റിലായിരിക്കും കാണുന്നത്. ഇതൊരു സ്മോൾ വോളിയം പൾസ് ആണ്. സ്മോൾ വോളിയം പൾസ് എന്ന് പറഞ്ഞാൽ പൾസ് പ്രഷർ ലെസ് ദാൻ 30 ആണ്. അപ്പം ലോ ഔട്ട്പുട്ട് സ്റ്റേറ്റുകളിലെല്ലാം കാണുന്ന പൾസ് ഹൈപ്പോ കൈനറ്റിക് പൾസ് ആയിരിക്കും. ലോ ഔട്ട്പുട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? കാർഡിയാക് ഫെയിലിയർ വരും, ഷോക്ക് വരും, അതുപോലെ മിട്രൽ സ്റ്റീനോസിസ് വരും, അയോട്ടിക് സ്റ്റീനോസിസ് വരും. ഇതൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട്. മിട്രൽ സ്റ്റീനോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിട്രൽ വാൽവ് നാരോയിങ് നടക്കുമ്പോൾ ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിൾസിലേക്ക്, അതായത് ലെഫ്റ്റ് ഏട്രിയിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡിന് പ്രോപ്പർ ആയിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ അത് എന്തിനെ അഫക്ട് ചെയ്യുന്നു? കാർഡിയാക് ഔട്ട്പുട്ടിനെ അഫക്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് അയോട്ടിക് സ്റ്റീനോസിസ്. അയോട്ടിക് വാൽവ് ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്നു. അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കിളിന് പ്രോപ്പർ ആയിട്ട് ഇജക്ട് ചെയ്യുന്നില്ല. അപ്പം ഇതെല്ലാം കാർഡിയാക് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഔട്ട്പുട്ട് കുറവാണ്, ഷോക്കും അതിന്റെ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ലോ ഔട്ട്പുട്ട് സ്റ്റേറ്റ് ആണ്. ഇവിടെ ഒക്കെ കാണുന്ന പൾസ് ആണ് ഹൈപ്പോ കൈനറ്റിക് പൾസ്, അതായത് പൾസ് പ്രഷർ ലെസ് ദാൻ 30. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാഫ് ഉണ്ടല്ലോ, ഈ ഗ്രാഫ് ഇങ്ങനെ തന്നെ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ചെറുതായിരിക്കും. അതായത് ഇത് ഇത്ര ഹൈറ്റിൽ പോകത്തില്ല. ഇത് ഇതിനേക്കാളും താഴെയായിട്ട് നിൽക്കും. അതുപോലെ ഡയസ്റ്റോളും അതുപോലെ താഴെയായിട്ട് നിൽക്കും.
അതാണ് ലോ ആംപ്ലിറ്റ്യൂഡ് പൾസ് വിത്ത് 2 പീക്സ്. അതായിരിക്കും അതിന്റെ പ്രത്യേകത. ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ 2 പീക്കുള്ള ഒരു പൾസ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ഇതാണ് ഹൈപ്പോ കൈനറ്റിക് പൾസ് എന്ന് പറയുന്നത്. ഇനി ഹൈപ്പർ കൈനറ്റിക് പൾസ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ നേരത്തെ വാല്യൂ പറഞ്ഞല്ലോ, ഗ്രേറ്റർ ദാൻ 60 ആണെന്ന് ഓർക്കണം. അതാണ് ലാർജ് വോളിയം പൾസ്. അതാണ് ഹൈപ്പർ കൈനറ്റിക്. അതായത് ഹൈ ഔട്ട്പുട്ട് സ്റ്റേറ്റുകളിലാണ് ഹൈപ്പർ കൈനറ്റിക് പൾസ് കാണുന്നത്. ഇവിടെ വൈഡ് പൾസ് പ്രഷർ ആയിരിക്കും കാണുന്നത്. അതായത് പൾസ് പ്രഷർ ഗ്രേറ്റർ ദാൻ 60 ആയിരിക്കും കാണുന്നത്. ഹൈ ഔട്ട്പുട്ട് സ്റ്റേറ്റുകളിലായിരിക്കും. ഹൈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അനീമിയ ഉള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ ഔട്ട്പുട്ട് കൊടുത്താൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ പൈറക്സിയ ഉള്ള സമയത്തും ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. ബെറിബറി, അതുപോലെ മിട്രൽ റീഗർജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റീഗർജിറ്റേഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഈ പേരുകൾ ഓർത്തിരിക്കുക. മിട്രൽ റീഗർജിറ്റേഷൻ, വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്ട്, ഈ കണ്ടീഷൻസിലൊക്കെയാണ് ഹൈ ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്. അപ്പൊ അതാണ് ആ സമയത്ത് ഉണ്ടാവുന്നതാണ് ഹൈപ്പർ കൈനറ്റിക് പൾസ്, ലാർജ് വോളിയം പൾസ്, വൈഡ് പൾസ് പ്രഷർ ഗ്രേറ്റർ ദാൻ 60. അപ്പൊ ഇത്രയാണ് നമ്മൾ നോർമലിനെ പറ്റി പഠിക്കുമ്പോഴത്തേക്ക് ഓർക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആ ഒരു അബ്നോർമൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് പൾസസ് ഡിസ്ട്രിയൻസ്. അപ്പൊ ഇപ്പോഴും നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ചിലപ്പം ഇത് ക്ലിയർ ആകണം എന്ന് വെച്ചാൽ ഇത് കുറച്ചൊരു ഡൗട്ട് കാണും. കാരണം ഇത് അടുത്ത പോർഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇതൊക്കെ. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ പറയുന്നതേ ഉള്ളൂ. അപ്പൊ പൾസസ് ഡിസ്ട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച നോർമൽ പൾസ് എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മയുണ്ടല്ലോ. അതിൻ്റെ അകത്ത് ഇവിടെ വരുന്ന സിസ്റ്റോളിക് കമ്പോണന്റ്, പിന്നെ ഡൈക്രോട്ടിക് നോച്ച്, പിന്നെ ഒരു ഡയസ്റ്റോളിക് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് താഴത്തോട്ട് വരേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ് നമ്മളൊരു ഡിഫറൻസ് കാണുന്നത്? ഈ സിസ്റ്റോളിക് പീക്കിൽ തന്നെ 2 വേവുകൾ കാണും. അതാണ് പൾസസ് ഡിസ്ട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ 2 സിസ്റ്റോളിക് പീക്ക് ഓഫ് അയോട്ടിക് പൾസ് ഡ്യൂറിംഗ് ദ ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഇജക്ഷൻ. അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഇജക്ഷന്റെ സമയത്താണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സിസ്റ്റോളിക് അബ്സ്ട്രോക്ക് ഉണ്ടാവുന്ന മാക്സിമം കൺട്രാക്ട് ചെയ്തിട്ട് ഇജക്ട് ചെയ്യുന്നു, ബ്ലഡ് ഇജക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ആ ഇജക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന അയോട്ടിക് പൾസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് 2 പീക്കായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ പീക്കിന്റെ ഇടയ്ക്ക് ഒരു മിഡ് സിസ്റ്റോളിക് ഡിപ്പും കൂടെ കാണുന്നു. അപ്പം ഈ 2 വേവുകളും സിസ്റ്റോളിനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരേ വേവിൽ തന്നെ 2 സിസ്റ്റോളിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കാണുന്നത് മെയിൻ ആയിട്ടും അയോട്ടിക് റീഗർജിറ്റേഷൻ, അയോട്ടിക് സ്റ്റീനോസിസ് പ്ലസ് അയോട്ടിക് റീഗർജിറ്റേഷൻ, ഇതൊക്കെ ഹൈ ഔട്ട്പുട്ട് ഹൈപ്പർ കൈനറ്റിക് ആയിട്ട് വരുന്ന കുറച്ച് കണ്ടീഷൻസ് ആണ്. അപ്പൊ ഹൈപ്പർ കൈനറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഇപ്പം പറയുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആവത്തില്ല. നമുക്ക് അയോട്ടിക് റീഗർജിറ്റേഷനിൽ ഈ പൾസസ് ഡിസ്ട്രിയൻസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അയോട്ടിക് റീഗർജിറ്റേഷൻ പിന്നെ സ്റ്റീനോസിസ് റീഗർജിറ്റേഷനും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന കണ്ടീഷൻ, ഈ കണ്ടീഷൻസിലൊക്കെയാണ് മെയിൻ ആയിട്ടും ഈ 2 പീക്കുള്ള പൾസസ് ഡിസ്ട്രിയൻസ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് എക്സാമിന് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ അയോട്ടിക് റീഗർജിറ്റേഷൻ അല്ലെങ്കിൽ ഹൈപ്പർ ട്രോഫിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമയോപ്പതി, ഇതിലൊക്കെ കാണപ്പെടുന്ന ആർട്ടീരിയൽ വേവ് ഫോമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൾസസ് ഡിസ്ട്രിയൻസ് ആയിരിക്കും. അല്ലെങ്കിൽ പൾസസ് ഡിസ്ട്രിയൻസ് ഇതിൽ ഏതിലാണ് കാണിക്കുന്നത്, വേറെ ഓപ്ഷൻസും തരാം. അപ്പൊ നമ്മൾ ഈ പോയിന്റുകൾ, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഈ കണ്ടീഷൻസിലാണ് പൾസസ് ഡിസ്ട്രിയൻസ് ഉണ്ടാവുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പൾസസ് പാർവസ് എറ്റ് ടാർഡസ്. പൾസസ് പാർവസ് എറ്റ് ടാർഡസ് എന്ന് പറഞ്ഞാൽ സ്ലോ റൈസിങ് ആൻഡ് ലേറ്റ് പീക്കിങ്. പതുക്കെ കൂടത്തോളൂ. നേരത്തെ നമ്മൾ പറഞ്ഞ സിസ്റ്റോളിക് അബ്സ്ട്രോക്ക് ആണ്. അതായത് നല്ല രീതിയിൽ അത് പെട്ടെന്ന് കൂടിയിട്ട് അതൊരു പീക്കിൽ എത്തിയിട്ട് പിന്നെ കുറയുന്നു, അങ്ങനെയാണ് കാണിച്ചത്. പക്ഷെ ഇതാണെങ്കിൽ പതുക്കെ റൈസ് ചെയ്യത്തുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ സിസ്റ്റോൾ എന്തിനെയാണ് കാണിച്ചിരുന്നത്? വെൻട്രിക്കിൾസിന്റെ കംപ്രഷൻ, വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്ത് ബ്ലഡിനെ ഇജക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണല്ലോ നമ്മൾ ഈ വേവിൽ കാണിച്ചിരിക്കുന്നത്, സിസ്റ്റോൾ എന്ന് പറയുന്നത്. വെൻട്രിക്കിൾസിന്റെ കൺട്രാക്ഷനെയാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ആ വെൻട്രിക്കിളിന്റെ കൺട്രാക്ഷനെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു ക്ലിനിക്കൽ കണ്ടീഷനിലായിരിക്കും ഇത് പതുക്കെ റൈസ് ചെയ്യുന്നത്. കാരണം വെൻട്രിക്കിൾസിനെ പ്രോപ്പർ ആയിട്ട് ഇജക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ കണ്ടീഷനാണ് അയോട്ടിക് സ്റ്റീനോസിസ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക. അയോട്ടിക് സ്റ്റീനോസിസിൽ കാണുന്ന പൾസ് വേവ് ഫോം ആണ് പൾസസ് പാർവസ് എറ്റ് ടാർഡസ് എന്ന് പറയുന്നത്. അപ്പൊ അയോട്ടിക് സ്റ്റീനോസിസിൽ എന്താ സംഭവിക്കുന്നത്? അയോട്ടിക് വാൽവ് നാരോഡ് ആയിട്ടായിരിക്കും കാണുന്നത്, നാരോയിങ് ആയിരിക്കും കാണുന്നത്. അപ്പൊ വെൻട്രിക്കിളിൽ നിന്ന്, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്ക് ബ്ലഡിനെ പ്രോപ്പർ ആയിട്ട് ഇജക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സ്ട്രോക്ക് വോളിയം നല്ല രീതിയിൽ ഉണ്ടാവുന്നില്ല. അപ്പൊ സിസ്റ്റോൾ എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ സിസ്റ്റോൾ അവിടെ നടക്കാൻ പറ്റുന്നില്ല. കാരണം വാൽവിന് സ്റ്റീനോസിസ് വന്നിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? പതുക്കെ അത് റൈസ് ചെയ്തോളൂ. സ്ലോ റൈസിങ് ആൻഡ് ലേറ്റ് പീക്കിംഗ് ആയിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പൾസസ് പാർവസ് എറ്റ് ടാർഡസ് എവിടെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയോട്ടിക് സ്റ്റീനോസിസിലാണ് കാണുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്
കൊളാപ്സിംഗ് പൾസ് അല്ലെങ്കിൽ കൊറിഗാൻസ് പൾസ് അല്ലെങ്കിൽ വാട്ടർ ഹാമർ പൾസ് ഓർ ഹൈപ്പർ കൈനറ്റിക്. അപ്പൊ ഹൈപ്പർ കൈനറ്റിക് എന്ന് പറഞ്ഞ ഒരു പേര് തന്നെ ഇവിടെ ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഇതൊരു ഹൈ ഔട്ട്പുട്ട് കണ്ടീഷൻ ആണ്, ഹൈ വോളിയം പൾസ് ആണ്. ഇവിടുത്തെ ഹൈ വോളിയം പൾസ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല രീതിയിൽ സിസ്റ്റോളും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പം ഹൈ വോളിയം എന്ന് വെച്ചാൽ സിസ്റ്റോള് നോർമലിനേക്കാളും കൂടുതലായിട്ടുള്ള രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പം അത് ഈ കണ്ടീഷൻസിലാണ്, ഹൈപ്പർ ഡൈനാമിക് സർക്കുലേഷൻ ഉള്ള കണ്ടീഷൻസിലാണ് ഈ ഹൈ വോളിയം പൾസ് ഉണ്ടാവുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടോ, ഷാർപ്പ് റൈസും ഷാർപ്പ് ഫോളും ആണ് കാണിക്കുന്നത്. പെട്ടെന്ന് കൂടുക, ഷാർപ്പായിട്ട് കൂടുക, ഷാർപ്പായിട്ട് കുറയുക. പക്ഷെ ആ പീക്കിൽ നിൽക്കുന്നത് കുറച്ച് സമയം മാത്രമേ ആ ഒരു പീക്കിൽ നിൽക്കത്തുള്ളൂ. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. ഷാർപ്പ് റൈസ്, ഇൽ സസ്റ്റൈൻഡ് പീക്ക് ആൻഡ് ഷാർപ്പ് ഫോൾ, ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഹൈ വോളിയം പൾസ് ആണ്, ഷാർപ്പ് റൈസ്, ഇൽ സസ്റ്റൈൻഡ് പീക്ക് ആൻഡ് ഷാർപ്പ് ഫോള്. ഇത് കാണുന്നത് അയോട്ടിക് റീഗർജിറ്റേഷൻ, അതുപോലെ PDA, ഹൈപ്പർ ഡൈനാമിക് സർക്കുലേഷൻ. PDA എന്ന് പറഞ്ഞാൽ പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ്. അത് പേരുകൾ ജസ്റ്റ് ഓർത്ത് വെക്കുക, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പൊ ഹൈ വോളിയം പൾസ്, ഈ പൾസിന്റെ ക്യാരക്ടർ പഠിക്കുക. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൾസാണ്. കൊറിഗാൻസ് പൾസ് അല്ലെങ്കിൽ വാട്ടർ ഹാമേഴ്സ് പൾസ് എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൾസ് ആണ്. അപ്പൊ അതൊരു ഹൈ വോളിയം പൾസ് ആണ്. ഷാർപ്പ് റൈസ്, ഇൽ സസ്റ്റൈൻഡ് പീക്ക് ആൻഡ് ഷാർപ്പ് ഫോള്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ അയോട്ടിക് റീഗർജിറ്റേഷൻ, പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് ആൻഡ് ഹൈപ്പർ ഡൈനാമിക് സർക്കുലേഷൻ സ്റ്റേറ്റ്സ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പൾസസ് പാരഡോക്സസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പൾസസ് പാരഡോക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു കണ്ടീഷൻ കാണുന്ന കണ്ടീഷനിൽ ഏതൊക്കെ കണ്ടീഷനിലാണ് ഇത് കാണുന്നതെന്ന് ഓർക്കുക. അപ്പം അതെന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാജറേറ്റഡ് ഫോൾ ഇൻ ദ സിസ്റ്റോളിക് BP ഡ്യൂറിങ് ഇൻസ്പിറേഷൻ. ഇൻസ്പിറേഷന്റെ സമയത്ത് എന്ത് ചെയ്യുന്നു? എക്സാജറേറ്റഡ് ഫോൾ ഇൻ ദ സിസ്റ്റോളിക് BP. നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് സിസ്റ്റോളിക് BP കുറയുന്ന ഒരു കണ്ടീഷനാണ് പൾസസ് പാരഡോക്സസ് എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ ആയിട്ട് ഇൻസ്പിറേഷന്റെ സമയത്ത് BP ഒരു 10 mm Hg ആയിട്ട് കുറയുന്നുണ്ട്. BP falls up to 10 mm Hg during the inspiration. നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് നോർമൽ കണ്ടീഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ് ടു 10 mm Hg വരെ അത് കുറയുന്നുണ്ട്. പക്ഷേ സിസ്റ്റോളിക് BP അതിലും കൂടുതലായിട്ട് കുറയുവാണെങ്കിൽ, എക്സാജറേറ്റഡ് ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പൾസസ് പാരഡോക്സസ്. ഇഫ് ഇറ്റ് ഫോൾസ് മോർ ദാൻ 10 mm Hg then it is called as exaggerated fall. അപ്പൊ എക്സാജറേറ്റഡ് ഫോൾ എപ്പോഴാണ് കാണുന്നത് പറഞ്ഞാൽ ഇൻസ്പിറേഷൻ ആണല്ലോ നമ്മൾ പറഞ്ഞേക്കുന്ന കണ്ടീഷൻ. അപ്പൊ എക്സാജറേറ്റഡ് ഫോൾ ഉണ്ടാകുന്നത് എപ്പോഴും എന്താണ്? ഒരു റെസ്പിറേറ്ററി കംപ്ലൈന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതായത് സിവിയർ എയർവേ ഒബ്സ്ട്രക്ഷൻ ആഫ്റ്റർ ദ ബ്രോങ്കിയൽ ആസ്മ, അതുപോലെ COPD, കാർഡിയാക് ടാംപോണേഡ് തുടങ്ങിയ കണ്ടീഷൻസ്. അപ്പൊ സിവിയർ എയർവേ ഒബ്സ്ട്രക്ഷൻ ആഫ്റ്റർ ദ ബ്രോങ്കിയൽ ആസ്മ, COPD ആൻഡ് കാർഡിയാക് ടാംപോണേഡ്, ഈ കണ്ടീഷൻസിലാണ് മെയിൻ ആയിട്ടും എക്സാജറേറ്റഡ് ഫോൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇത് ഓർക്കുക, ഇത് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ എക്സാജറേറ്റഡ് ഫോൾ ഇൻ ദ സിസ്റ്റോളിക് BP ഡ്യൂറിങ് ഇൻസ്പിറേഷൻ. BP നോർമൽ ആയിട്ട് 10 mm Hg ഡ്യൂറിങ് ഇൻസ്പിറേഷൻ ഫോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ 10 mm കൂടുതലായിട്ട് BP കുറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സാജറേറ്റഡ് ഫോൾ എന്ന് പറയുന്നത്. ആ എക്സാജറേറ്റഡ് ഫോൾ കാണുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് ബ്രോങ്കിയൽ ആസ്മ, COPD, കാർഡിയാക് ടാംപോണേഡ്. അപ്പം ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതാണ് പൾസസ് പാരഡോക്സസ്. അപ്പം ഇത് പൾസസ് പാരഡോക്സസ് എന്ന് പറഞ്ഞാൽ ഇൻസ്പിറേറ്ററി ഫോൾ ഓഫ് BP ആണ് പൾസസ് പാരഡോക്സസ്. ഇതുപോലെ എക്സ്പിറേറ്ററി ഫോൾ ഓഫ് BP ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ്. അപ്പം പൾസസ് പാരഡോക്സസ് ഉണ്ടാകുന്ന കുറച്ച് കണ്ടീഷൻസ് ആണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ആസ്മ പറഞ്ഞു, COPD പറഞ്ഞു, കാർഡിയാക് ടാംപോണേഡ് അത് പറഞ്ഞു, ടെൻഷൻ നിമോതൊറാക്സ് പറഞ്ഞു, പെരികാർഡൈറ്റിസ്, ഇതൊക്കെ കണ്ടീഷൻസ് ആണ്, ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി റിവേഴ്സ് പൾസസ് പാരഡോക്സസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എക്സ്പിറേറ്ററി ഫോൾ ഓഫ് പൾസ് വോളിയം. പൾസ് വോളിയം എന്ത് ചെയ്യുന്നു? എക്സ്പിറേഷന്റെ സമയത്ത് കുറയുന്നു. അത് കാണുന്നത് ഹൈപ്പർട്രോഫിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമയോപ്പതിയിലാണ്. ഈ കണ്ടീഷൻ ഓർത്തിരിക്കുക. ഈ കണ്ടീഷനിലാണ് റിവേഴ്സ് പൾസസ് പാരഡോക്സസ് കാണുന്നത്. പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ, ഇതൊക്കെ ഓരോ കണ്ടീഷൻസ് ആണ്. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ റിവേഴ്സ് പൾസസ് പാരഡോക്സസ് കാണുന്നത് ഈ കണ്ടീഷൻസിലാണ്. ഇനി അടുത്തത് പൾസസ് ഓൾട്ടർനൻസ്. പൾസസ് ഓൾട്ടർനൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പൾസിൽ എന്തുണ്ട്? സിസ്റ്റോളിക് കമ്പോണന്റും ഉണ്ട്, ഡയസ്റ്റോളിക് കമ്പോണന്റും ഉണ്ട്. പൾസസ് ഓൾട്ടർനൻസ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ബീറ്റ് വീക്ക് ആയിട്ടായിരിക്കും കാണുന്നത്. അതായത് ഒരു വേവ് കൂടുതലായിട്ടും ഒരു വേവ് കുറവ്, പിന്നെ ഒരു വേവ് കൂടുതൽ, ആ ഒരു ഓർഡറിലായിരിക്കും കാണുന്നത്. അപ്പം അതാണ് പൾസസ് ഓൾട്ടർനൻസ്. അതായത് that is alternate beats are weak. The difference between stronger and weaker beat may be up to 40 mm Hg. അതും കൂടെ ഓർക്കുക. അപ്പം സ്ട്രോങ്ങർ ബീറ്റിന്റെയും വീക്കർ ബീറ്റിന്റെ ഡിഫറൻസ് 40 mm Hg ആയിരിക്കും. അത് കാണുന്നത് സിവിയർ ആയിട്ടുള്ള ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഫെയിലിയർ അല്ലെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഡിസ്ഫങ്ഷൻസിലായിരിക്കും പൾസസ് ഓൾട്ടർനൻസ് ഉണ്ടാവുന്നതെന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക, ഈ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കുക.
അപ്പൊ പൾസസ് ഓൾട്ടർനൻസ് എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഉണ്ട് ഓൾട്ടർനേറ്റ് ബീറ്റ് വീക്ക് ആയിട്ട് കാണുന്നു. അപ്പൊ സ്ട്രോങ്ങറിന്റെയും വീക്കറിന്റെയും ഡിഫറൻസ് 40 വരും. അത് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഡിസ്ഫങ്ഷനിലാണ് കാണുന്നത്. ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് പൾസസ് ബൈജെമിനിസ്. ഇത് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡിജിറ്റാലിസ് ടോക്സിസിറ്റിയിൽ കാണുന്ന പൾസ് വേവ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൾസസ് ബൈജെമിനീസ് ആണ്. അപ്പം ഇതിന്റെ താഴത്തെ ഈ സെന്റൻസ് നമുക്ക് ഇപ്പം വായിച്ചാൽ ചിലപ്പോൾ ഒരു പിടുത്തം കിട്ടത്തില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നോർമൽ പൾസ് വേവിനെ ഫോളോ ചെയ്തുകൊണ്ട് പ്രിമച്വർ വെൻട്രിക്കുലർ കൺട്രാക്ഷൻസും അതിന്റെ കൂടെ ഒരു കോമ്പൻസേറ്ററി പോസും കൂടെ കാണുന്നുണ്ട്. നോർമൽ വേവ് ഫോളോഡ് ബൈ പ്രിമച്വർ വെൻട്രിക്കുലർ കൺട്രാക്ഷൻസ് ആൻഡ് കോമ്പൻസേറ്ററി പോസ്. ഈ പ്രിമച്വർ വെൻട്രിക്കുലർ കൺട്രാക്ഷൻസ് ഒക്കെ നമ്മൾ അറിത്മിയ എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് ഇത് ഓർത്തിരിക്കുക, നോർമൽ പൾസ് വേവ് ഫോളോഡ് ബൈ പ്രിമച്വർ വെൻട്രിക്കുലർ കൺട്രാക്ഷൻസ് ആൻഡ് കോമ്പൻസേറ്ററി പോസ്. അപ്പൊ ഇത് കാണുന്നത് എവിടെയാണെന്ന് ഓർക്കുക. ഇപ്പോ അതായത് ഡിജിറ്റാലിസ് ടോക്സിസിറ്റിയിലാണ് പൾസസ് ബൈജെമിനസ് കാണുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പൾസ് വേവുകളെ പറ്റി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണ്ടീഷൻസ് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് മർമേഴ്സിനെ പറ്റിയാണ്. മർമേഴ്സിനെ കൂടെ പറഞ്ഞിട്ട് ഞാനൊന്ന് റിവൈസ് ചെയ്യാം. മർമേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് മർമർ എന്ന് ആദ്യം നോക്കാം. മർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാൽവിന്റെ സ്ഥലത്തോ അല്ലെങ്കിൽ അതിന്റെ നിയർ ബൈ ആയിട്ടോ ബ്ലഡ് ഫ്ലോയിന് ടർബുലൻസ് ഉണ്ടാവുക, അതാണ് മർമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ ഫ്ലോ മർമർ ഓർ ദ ഫങ്ഷണൽ മർമർ ഉണ്ട്, ഓർഗാനിക് മർമർ ഉണ്ട്. ഫ്ലോ മർമർ അപ്പൊ ഫങ്ഷണൽ മർമറും ഉണ്ട്, ഓർഗാനിക് മർമറും ഉണ്ട്. ഫങ്ഷണൽ മർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ലാർജ് എമൗണ്ട് ഓഫ് ബ്ലഡ് ഫ്ലോയിങ് ത്രൂ എ വാൽവ് ഓർ ദ ആർട്ടറി. ഒരു വാൽവിൽ കൂടെയോ ഒരു ആർട്ടറിയിൽ കൂടെയോ ലാർജ് എമൗണ്ട് ഓഫ് ബ്ലഡ്, അതായത് നോർമൽ ആയിട്ട് പോകുന്നതിൽ നിന്ന് കുറച്ച് ലാർജ് ആയിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടർബുലൻസ്. ആ ടർബുലൻസിനെ വിളിക്കുന്ന പേരാണ് ഈ കണ്ടീഷൻ കാരണം ഉണ്ടാവുന്ന ടർബുലൻസ് ആണ് ഫങ്ഷണൽ മർമർ അല്ലെങ്കിൽ ഫ്ലോ മർമർ. ഓർഗാനിക് മർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന്റെയോ ബ്ലഡ് വെസൽസിന്റെയോ എന്തെങ്കിലും സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി കാരണം ഉണ്ടാകുന്ന മർമറാണ് ഓർഗാനിക് മർമർ. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി ഓഫ് ദ ഹാർട്ട് ഓർ ബ്ലഡ് വെസൽസ്. അപ്പൊ ഇത് ഓർത്തിരിക്കുക. ടർബുലൻസ് ഓഫ് ദ ബ്ലഡ് വെസലിന്റെ കാരണമാണ് അത് ഉണ്ടാവുന്നത്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മർമേഴ്സ് പഠിക്കാനുണ്ട്. അത് ഇങ്ങനെ ചിലപ്പോൾ ഇത് ഏത് കണ്ടീഷനിലാണ് ഈ മർമർ കാണുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇത് ഓസ്റ്റിൻ ഫ്ലിൻ മർമർ എന്ന് പറയുന്നത് അയോട്ടിക് റീഗർജിറ്റേഷൻ, സിവിയർ അയോട്ടിക് റീഗർജിറ്റേഷനിലാണ് കാണുന്നത്. അപ്പൊ ശരിക്കും ഇത് ഞാൻ ചെറുതായിട്ടൊരു എന്താണെന്നൊരു ഐഡിയ തരാം. അതായത് അയോട്ടിക് റീഗർജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അയോട്ടിക് വാൽവ് എന്ത് ചെയ്യുന്നു, അത് ഇൻകോമ്പീറ്റന്റ് ആകുന്നു, അതിന് പ്രോപ്പർ ആയിട്ട് ബാക്ക് ഫ്ലോയിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ അയോട്ടയിൽ നിന്നുള്ള ബ്ലഡ് ബാക്ക്വേർഡ് ഫ്ലോ ചെയ്തിട്ട് വെൻട്രിക്കിൾസിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അപ്പൊ വെൻട്രിക്കിൾസിലോട്ട് കയറുമ്പോഴത്തേക്കും വെൻട്രിക്കിൾസിന് എന്താ സംഭവിക്കുന്നത്? വെൻട്രിക്കിൾസിനെ നോർമൽ ആയിട്ട് ഫില്ല് ചെയ്യുന്നത് നമ്മുടെ ഏട്രിയ ആണല്ലോ. അപ്പൊ ഏട്രിയയിൽ നിന്നുള്ള ഫില്ലിങ് നടക്കുന്നുണ്ട്. അതുകൂടാതെ ആ അയോട്ടയിൽ നിന്നുണ്ടാവുന്ന ബാക്ക്വേർഡ് ആയിട്ടുള്ള ബ്ലഡും കൂടെ വെൻട്രിക്കിളിലേക്ക് കയറുന്നുണ്ട്. ഈ സമയത്ത് ഒരേ സമയം രണ്ട് സൈഡിൽ നിന്ന് ബ്ലഡ് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ടർബുലൻസ്, ആ ടർബുലൻസ് കാരണം ഉണ്ടാകുന്ന മർമറാണ് ഓസ്റ്റിൻ ഫ്ലിൻസ് മർമർ. അപ്പൊ ഒന്നും കൂടെ പറയാം, അയോട്ടിക് റീഗർജിറ്റേഷൻ ഓർക്കുക. റീഗർജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് തിരിച്ച് ഫ്ലോ ചെയ്യുന്നതാണ്, ബാക്ക്വേർഡ് ഫ്ലോ ചെയ്യുന്നതാണ്. അപ്പൊ അയോട്ടയിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് ബാക്ക്വേർഡ് ഫ്ലോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ ലെഫ്റ്റ് ഏട്രിയയിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിൾസിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം തന്നെ ഏട്രിയയിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ട്, ഗ്രേറ്റ് വെസലിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ട്. രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ടർബുലൻസ് ഫോം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ അപ്പെക്സ് ഓഫ് ദ ഹാർട്ടിൽ ഒരു മർമർ കേൾക്കാൻ പറ്റുന്നു. അതിനെയാണ് ഓസ്റ്റിൻ ഫ്ലിൻസ് മർമർ. അപ്പെക്സ് ഓഫ് ദ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ അവിടെ, അതാണല്ലോ നമ്മുടെ അപ്പെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ലാസ്റ്റ് പോർഷൻ അവിടെ ആയിട്ടാണ് നമ്മുടെ അയോട്ടിക് വാൽവ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ മർമർ കേൾക്കുന്നത് അപ്പെക്സ് ഓഫ് ദ ഹാർട്ടിലായിട്ടാണ്. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ബാർലോ സിൻഡ്രോം. ഇത് എന്തിലാണ് കാണുന്നതെന്ന് ഓർക്കുക. മിട്രൽ വാൽവ് പ്രൊലാപ്സ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലാണ് ബാർലോ സിൻഡ്രോം കാണുന്നത്. ഇതും നമുക്ക് പഠിക്കാനുണ്ട്. ബാർലോ സിൻഡ്രോം അസോസിയേറ്റഡ് വിത്ത് മിട്രൽ വാൽവ് പ്രൊലാപ്സ്. ഇനി ക്യാബോട്ട് ലോക്ക് മർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനീമിയയുമായിട്ട് അനീമിയ കണ്ടീഷൻസിൽ കാണുന്ന മർമറാണ്. നമ്മൾ പറഞ്ഞായിരുന്നു അനീമിയ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ഔട്ട്പുട്ട് ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ് ആണ്, അതായത് ഹൈ വോളിയം പൾസ് ഉണ്ടാവുന്ന സ്റ്റേറ്റ് ആണ് അനീമിയ എന്ന് പറഞ്ഞായിരുന്നു. കാരണം നമ്മുടെ ബ്ലഡിൽ മാക്സിമം ബ്ലഡിനെ സപ്ലൈ ചെയ്താലേ അനീമിയനെ കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഹൈ ഔട്ട്പുട്ട് കണ്ടീഷൻ ആണ്. അപ്പൊ ഇവിടെ ഒരു ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന മർമറാണ് ക്യാബോട്ട് ലോക്ക് മർമർ എന്ന് പറയുന്നത്. ഇത് കേൾക്കുന്നത് ലെഫ്റ്റ് സ്റ്റേണൽ ബോർഡറിലാണ്. അപ്പൊ ക്യാബോട്ട് ലോക്ക് മർമർ ഫൗണ്ട് ഇൻ അനീമിയ. അപ്പൊ അനീമിയയിൽ കാണുന്ന മർമർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാബോട്ട് ലോക്ക് മർമർ.
ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോക്സ് മർമർ. ഡോക്സ് മർമർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഡയസ്റ്റോളിക് മർമർ ആണ്. ഡയസ്റ്റോളിക് മർമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫില്ലിങ്ങിന്റെ സമയത്ത് ഉണ്ടാകുന്ന മർമർ, അതാണ് കണ്ടിന്യൂസ് ഡയസ്റ്റോളിക് മർമർ. ഇത് ഉണ്ടാകുന്നത് ഡ്യൂ ടു ദ സ്റ്റെനോസിസ് ഓഫ് ദ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് കൊറോണറി ആർട്ടറി. അപ്പം ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് കൊറോണറി ആർട്ടറിക്ക് സ്റ്റീനോസിസ് ഉണ്ടാവുന്ന കണ്ടീഷനിലാണ് ഡോക്സ് മർമർ ഉണ്ടാവുന്നത്. അപ്പൊ ഈ മർമറുകളെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ തന്നെ അത് ഇങ്ങനെ ചോദിക്കത്തുള്ളൂ, അത് ഏത് കണ്ടീഷനിലാണ് ഈ മർമർ കാണുന്നത്. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് ആന്റീരിയർ ഒരു 2-3 മിനിറ്റിനകത്ത് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണേ. കഴിയാറായി. 7:50 മാക്സിമം. ഓക്കെ. അപ്പം ഈ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് കൊറോണറി ആർട്ടറിയുടെ സ്റ്റീനോസിസിൽ ഉണ്ടാവുന്നതാണ് ഡോക്സ് മർമർ. ഇനി അടുത്തത് ഗിബ്സൺസ് മർമർ എന്ന് പറയുന്നതും അത് കണ്ടിന്യൂസ് മർമർ ആണ്. അത് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസിലാണ് ഗിബ്സൺസ് മർമർ കാണുന്നത്. ഈ കണ്ടീഷൻ ഓർക്കുക. ഇനി അടുത്തത് ഗ്രഹാം സ്റ്റീൽ മർമർ. ഇതും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ പഠിക്കാനുള്ള മർമർ ആണ്. ഇത് പൾമണറി ഹൈപ്പർ ടെൻഷൻ ഇൻ ദ കേസ് ഓഫ് മിട്രൽ സ്റ്റീനോസിസ്. മിട്രൽ സ്റ്റീനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണല്ലോ മിട്രൽ വാൽവ് കാണുന്നത്. അപ്പൊ മിട്രൽ സ്റ്റീനോസിസ് എന്ന് പറഞ്ഞാൽ നാരോയിങ് ഓഫ് ദ മിട്രൽ വാൽവ്. മിട്രൽ വാൽവിന് നാരോയിങ് ഉണ്ടായി കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡിന് നോർമൽ ആയിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു? ബാക്ക്വേർഡ് ആയിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു. എങ്ങോട്ടേക്ക്? പൾമണറി സർക്കുലേഷനിലേക്ക്. അങ്ങനെയാണ് പൾമണറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ടർബുലൻസിന്റെ കാരണം ഉണ്ടാവുന്നതാണ് ഗ്രഹാം സ്റ്റീൽ മർമർ. ഇത് കേൾക്കുന്നത് ലെഫ്റ്റ് അപ്പർ സ്റ്റേണൽ ബോർഡറിലാണ്. ലെഫ്റ്റ് അപ്പർ സ്റ്റേണൽ ബോർഡറിലാണ് ഇത് കേൾക്കുന്നത്. ഇനി കീ ഹോഡ്ജ്കിൻ മർമർ എന്ന് പറഞ്ഞാൽ ഇത് സിഫിലിറ്റിക് അയോട്ടിക് ഇൻകോംപിറ്റൻസിലാണ്. ഇൻകോംപിറ്റൻസും റീഗർജിറ്റേഷനും ഒന്ന് തന്നെയാണ്. അപ്പൊ സിഫിലിറ്റിക് കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന, സിഫിലീസിൽ ഉണ്ടാകുന്ന അയോട്ടിക് ഇൻകോംപിറ്റൻസിൽ കാണുന്ന മർമറാണ് കീ ഹോഡ്ജ്കിൻ മർമർ. ഇനി റോഗേഴ്സ് മർമർ എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റിൽ ഉണ്ടാകുന്ന മർമറാണ് റോഗേഴ്സ് മർമർ. പിന്നെ സ്റ്റിൽസ് മർമർ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ കുട്ടികളിൽ കാണുന്ന ഒരു ഇന്നസെന്റ് മർമർ എന്നാണ് അതിനെ വിളിക്കുന്ന പേര്. ഇന്നസെന്റ് മർമർ ഹേർഡ് ഇൻ ദ ചിൽഡ്രൻ, അതാണ് സ്റ്റിൽസ് മർമർ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ലോ പിച്ച്ഡ് മ്യൂസിക്കൽ മർമർ ആണ്. ലോ പിച്ച്ഡ് മ്യൂസിക്കൽ മർമർ. അപ്പൊ ചിൽഡ്രനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർക്കുക, ലോ പിച്ച്ഡ് മ്യൂസിക്കൽ മർമർ ആണ്. ലോവർ സ്റ്റേണൽ ബോർഡറിലും അപ്പെക്സിലുമായിട്ടാണ് ഇത് കേൾക്കുന്നത്. ഇന്നസെന്റ് മർമർ. ഇന്നസെന്റ് മർമർ ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്റ്റിൽസ് മർമർ ആണ്. പിന്നെ 2 ടെസ്റ്റുകളുടെ കാര്യം പറഞ്ഞേക്കാനാണ്, സ്ട്രെസ് ടെസ്റ്റും അതുപോലെ ഹോൾട്ടർ മോണിറ്ററിങ്ങും. സ്ട്രെസ് ടെസ്റ്റിന്റെ അത് ട്രെഡ്മിൽ ടെസ്റ്റ് പഠിക്കാനുണ്ട്. അതായത് കൊറോണറി ആർട്ടറി ഡിസീസിന്റെ കേസിൽ അതിനെ ഒന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ട്രെഡ്മിൽ ടെസ്റ്റ്. ഹോൾട്ടർ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഓഫ് ECG വിളിക്കുന്ന പേരാണ് ഹോൾട്ടർ മോണിറ്ററിംഗ്. അപ്പൊ ഇത്രയാണ് മർമറുകൾ. ഇത്രയുള്ള നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്.